हरे कृष्णा सर्वं कृष्णार्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, രാധാ പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ദേവി മഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. കോൾ വന്നു. യെസ്, കുംഭഭരണി മഹോത്സവം. Disconnected. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മുടെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഹാരവും നിവേദ്യവും കൊടുത്തിരിക്കുന്നത് ബിന്ദു സുനിൽകുമാർ, വിശാഖം നക്ഷത്രം. അവരുടെ പേരിലാണ് കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഹാരവും നിവേദ്യവും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗീതാ മാതാജിയുടെയും വിനോദ് മേത്ത, ഇവരുടെ രണ്ടുപേരുടെയും പിറന്നാളാണിന്ന്. എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഗീതാ മാതാജി ആൻഡ് വിനോദ് പ്രഭു ആയുരാരോഗ്യ സൗഭാഗ്യത്തോടെയും അഷ്ടൈശ്വര്യങ്ങളോടെയും തികഞ്ഞ ഭക്തിയോടും കൂടി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് കുടുംബസമേതം എല്ലാ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം മോചിക്കപ്പെട്ട് കുടുംബസ്ഥരായി സന്തോഷത്തോടു കൂടി കാലാകാലം വാഴാൻ സാധിക്കട്ടെ, ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു വട്ടം കൂടെ എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. നമ്മുടെ വിനോദ് മേത്ത അദ്ദേഹത്തിനും ഒപ്പം ഗീതാ മാതാജിക്കും. ഹരേ കൃഷ്ണ. ബിന്ദു സുനിൽകുമാർ മാതാജി. ഓക്കെ, കുറച്ച് റിസ്ക്കാണ് ട്രൈപോഡ് അടക്കം ഇങ്ങനെ പൊക്കി എടുക്കാന്ന് പറയുമ്പോൾ. അതൊരു കറക്റ്റ് ആംഗിളിൽ വെക്കുന്നതാണ്. പിന്നെ അവരുടെ ആഗ്രഹമല്ലേ, അവരുടെ മാലയല്ലേ. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. എന്തുണ്ടെങ്കിലും ദയവായി മെസ്സേജ് ഇടുക. ഗീതാ രവീന്ദ്രൻ മാതാജി ലൈനിലുണ്ട്. വിനോദ് പ്രഭു ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മെസ്സേജ് മാത്രം ചെയ്യുക. കഴിയുന്നതും എമർജൻസി അല്ലാത്ത കോൾസ് അവോയ്ഡ് ചെയ്യുക. കാരണം എല്ലാതിൻ്റെ ഇടയിൽ കൂടെ കോൾസും കൂടി ആകുമ്പോഴേക്കും എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പം നിങ്ങൾക്കും അത് വിഷമമാവും. ഒരുപാട് നാളായി കിട്ടിയിരുന്നില്ല വിളിച്ചിട്ട് എന്ന്. എനിക്ക് ഇങ്ങനെ കോൾസും ഇതെല്ലാം കൂടെ വരുന്നതുകൊണ്ടാണ് മെസ്സേജ് അത്രയും പെൻഡിങ് ആയി കിടക്കുന്നത്. നിങ്ങൾക്കും അറിയാം, മാസങ്ങളോളായി മെസ്സേജ് അയച്ച് കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പം മാക്സിമം നാളെയും കൂടെ വെച്ചിട്ട് മെസ്സേജുകളെല്ലാം തീർക്കണം. ഇനി എന്തോ ഒരു 1000-600 മെസ്സേജും കൂടെ കഴിഞ്ഞാൽ മെസ്സേജ് എല്ലാം കഴിയും. ഓക്കെ, വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഗുരുവായൂർ മഞ്ജരീസിലൂടെ ശ്രീമദ് ദേവി ഭാഗവതം മത്സ്യഗന്ധോത്പത്തിയെക്കുറിച്ചാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഇന്ന് 6ാമത്തെ ദിവസമല്ലേ? ഇന്ന് 6ാമത്തെ ദിവസമായിരിക്കുന്നു. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് തരിക. ലൈവ് ഷെയറിങ് വളരെ കുറവാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ലൈവ് ഷെയറിങ് മാത്രമാണ്.
അതുകൊണ്ട് മാക്സിമം ലൈവ് ഷെയർ ചെയ്ത് തരാം. ഹരേ കൃഷ്ണ. ശ്രീമദ് ദേവി ഭാഗവതം മത്സ്യഗന്ധോത്പത്തി. ആശ്ചര്യകരമേതേധാ വചനം ഗർഭഹേതുകം സന്തഹോത്ര സമുത്പന്ന സർവേഷാം നസ്പതുസിനാം മാധാ വ്യാസസ്യ മേധാവി നാപ്ന സത്യവതീതിയാ വിവാഹിതാ പുരാജ്ഞാത രാജജ്ഞാ ശന്തനു യഥാ. ഒന്നും മനസ്സിലായില്ല അല്ലേ? എന്താന്നുള്ളത് പറഞ്ഞുതരാം. ഋഷിമാര് പറയാണ്, ഒരുപാട് നിഗൂഢമായിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് കഥകളിലൂടെ പറഞ്ഞു തന്നു അല്ലേ? ഒരുപാട് നിഗൂഢമായിരിക്കുന്ന കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. എങ്കിലും ഇപ്പോഴും ഞങ്ങളിലെ സംശയങ്ങൾ മുഴുവൻ തീർന്നിട്ടില്ല. ഇത് ഋഷിമാര് പറയുന്നത് പോലെ തന്നെയാണ് മഞ്ജരീസും പറയുന്നത്. ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഇപ്പോഴും കഥകളെക്കുറിച്ചും പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ചും ബാക്കി നിൽക്കുകയാണ്. വ്യാസന്റെ അമ്മയായ സത്യവതിയെ ശന്തനു മഹാരാജാവ് വിവാഹം ചെയ്യാൻ ഇടവന്നത് എങ്ങനെയാണ്? അതൊരു നല്ല ചോദ്യമാണ് അല്ലേ? എങ്ങനെയാണ് വ്യാസന്റെ മാതാവ് സത്യവതിയെ ശന്തനു മഹാരാജാവ് കല്യാണം കഴിച്ചത്? എന്ത് സാഹചര്യത്തിലാണ്? എങ്ങനെയാണ് വ്യാസന്റെ ജനനം? സത്യവതിക്ക് 2 മക്കളും കൂടി ഉണ്ടായതിന്റെ കഥ ഇതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. വേദവ്യാസന്റെയും സത്യവതിയുടെയും കഥ കേൾക്കാൻ താപസന്മാരെ പോലെ തന്നെ മഞ്ജരീസും തയ്യാറായി നിൽക്കുകയാണ്. ഇന്നലെ കേട്ടപ്പം മുതലേ ഒരു സംശയം, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അല്ലേ? സൂതൻ പറയാണ്, പുരുഷാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്ന ആദിശക്തിയെ വണങ്ങി ആ പുരാണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം. ഏതു പ്രവർത്തികളിലും ഏതു കാര്യങ്ങളിലും ചെയ്യുന്നതിന് മുൻപ് നാമോച്ചാരണം വേണം. എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും മുൻപേ നമുക്ക് നാമം ഉച്ചരിക്കണം. അത് അറിയാതെയെങ്കിലും ചെയ്യുന്നവന് നാമോച്ചാരണം, അറിയാതെയെങ്കിലും വെറുതെയെങ്കിലും ചെയ്യുന്നവന് ശാശ്വത സിദ്ധികൾ പ്രദാനം ചെയ്യുന്ന വരദായിനിയായ ഭഗവതിയെ നാം യഥാവിധി സ്മരിക്കണം. നമ്മൾ ഭഗവതിയെ എപ്പോഴും യഥാവിധി നമ്മൾ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ദേവിയെ, അമ്മേ ഭഗവതി, നാരായണി, ഗൗരി, ജഗദംബികെ, മഹാമായേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മുടെ ഏത് കാര്യങ്ങൾ തുടങ്ങാനും. അങ്ങനെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശാശ്വത സിദ്ധികൾ കൈവരുമെന്നാണ് പറയുന്നത്. അതെന്തൊരു കാര്യവും ആയിക്കോട്ടെ, നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ദേവിയെ ഒന്ന് സ്മരിക്കണം. പണ്ട് ചേതി രാജ്യം ഭരിച്ചിരുന്ന ഉപരിചരൻ എന്ന് പറയുന്ന ഒരു രാജാവ് വളരെ ധർമ്മിഷ്ഠനുമായിരുന്നു. അദ്ദേഹം നല്ല സത്യവാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ തപസ്സില് സന്തോഷവാനായിരിക്കുന്ന ഇന്ദ്രൻ എന്താ ചെയ്തത്? സ്ഫടികം കൊണ്ട് നിർമ്മിച്ച ഒരു വിമാനം അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. ആ വിമാനത്തിൽ ആകാശത്തിലൂടെ സദാ സഞ്ചരിക്കുമായിരുന്നു ഈ പറയുന്ന ഉപരിചരൻ എന്ന് പറയുന്ന രാജാവ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഉപരിചരൻ എന്ന് പറയുന്ന പേരുണ്ടായത്. കാരണം ഉപരി ലോകങ്ങളിൽ ചരിക്കുന്നവൻ, ഉപരിചരൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടാൻ കാരണം അതാണ്. അതെ അതെ, ഇവിടെ ഉണ്ട് നമ്മുടെ സുജു കൊണ്ടെത്തുന്നത്. എല്ലാ ദിക്കുകളിലും എല്ലാ സൈഡുകളിലും പുകൾപെറ്റ രാജാവിന്റെ ഭാര്യ ഗിരിക എന്ന രാജ്ഞിയായിരുന്നു. അവർക്ക് മഹാപരാക്രമികളും തേജസ്സുള്ള 5 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ ഓരോരോ നാടുകളും ഓരോരോ രാജാക്കന്മാർക്ക് ചുമതലയുള്ളതായിരുന്നു. അങ്ങനെ വളരെ സന്തുഷ്ടമായ ഒരു കുടുംബമാണ് ഉപരിചരനും ഗിരികയും നയിച്ചിരുന്നത്. 5 ആൺകുട്ടികളുണ്ട്. 5 ആൺകുട്ടികൾക്കും ഓരോരോ നാടുകളും അവര് ഭരിക്കാൻ കൊടുത്തു. ഒരിക്കലും രാജ്ഞി ഋതുകാലം, അതായത് മെൻസസ് പീരീഡ്സ് പീരീഡ് കഴിഞ്ഞു നിൽക്കുമ്പോൾ ഒരു മകനെ വേണം എന്നുള്ള തൻ്റെ ആഗ്രഹവുമായിട്ട് വീണ്ടും ആ ഒരു മാതാജിയുടെ, ആ ഒരു രാജ്ഞിയുടെ നാഥന്റെ അടുത്തേക്ക് പോയി. നാഥനെ സമീപിച്ചു. എന്നാൽ അന്ന് വനത്തില് വേട്ടയ്ക്ക് പോകാനായിരുന്നു രാജാവിന്റെ അച്ഛൻ പറഞ്ഞത്. നേരെ വേട്ടയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. തൻ്റെ പ്രിയയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണെങ്കിലും രാജാവ് പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് വനത്തിലേക്ക് പോയി. ഭാര്യയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, ഭാര്യ എന്താണ് പറയുന്നതെന്ന് കേട്ടുകൊണ്ട് എന്തു ചെയ്തു? രാജാവ് എല്ലാം മിണ്ടാതെ നിന്ന് കേട്ടിട്ട് നേരെ അച്ഛൻ എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് അച്ഛന്റെ തീരുമാനം അനുസരിച്ച് നേരെ എവിടേക്ക് പോയി? വനത്തിലേക്ക് പോയി. അതാണല്ലോ ഗുരുത്വം.
നമ്മുടെ അച്ഛനമ്മമാർ എന്ത് പറയുന്നു അതാണ് നമ്മൾ കേൾക്കേണ്ടത്. അച്ഛനും അമ്മയും ഒരിക്കലും നമുക്ക് തെറ്റായ ഒരു കാര്യം പറഞ്ഞു തരില്ല. എപ്പോഴും നന്മയുള്ള കാര്യമേ പറയും. ഇപ്പോഴും ഞാനൊക്കെ എൻ്റെ അച്ഛൻ എന്താണോ പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊരു കാലെടുത്ത് ഞാൻ വെക്കില്ല. ദിവസവും രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ എത്ര ബിസി ആണെങ്കിലും ശരി, എൻ്റെ അച്ഛനോട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് അച്ഛൻ്റെ വിശേഷങ്ങളും അച്ഛൻ്റെ കാര്യങ്ങളും അച്ഛൻ്റെ ഉപദേശങ്ങളും എല്ലാം കേട്ടിട്ടേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കൊരു കാലെടുത്ത് വെക്കാറുള്ളൂ. കാരണം ഞാൻ എപ്പോഴാണോ ഒറ്റയ്ക്ക് എൻ്റെ ഒരു ലൈഫ് കൊണ്ടുപോകാൻ തുടങ്ങിയത് അന്ന് എൻ്റെ അച്ഛൻ എന്നോട് ചെയ്ത ഒരു അഡ്വൈസാണ്, നീ എവിടെ വേണമെങ്കിലും പൊക്കോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിനക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ട്, പക്ഷേ ദിവസവും രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ എൻ്റെ ഫോണിലേക്ക് നീ വിളിക്കണമെന്ന്. അത് നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണമെന്ന്. അത് മതി നിനക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് എന്ന്. അത് ഇന്നും ഈ ഫെബ്രുവരി 15 വരേക്കും ഞാൻ തെറ്റിച്ചിട്ടില്ല. എന്നും വിളിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ വിളിക്കും, അച്ഛൻ പൂജാമുറിയിലാണെങ്കിൽ അവിടെ ലച്ചുവാണ് ഫോൺ എടുക്കാറ്. അപ്പം എന്നെ വിളിച്ചിട്ട് കിട്ടാതെ ആവുമ്പോഴാണ് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ ബഹുമാനിക്കുക, അവരെ കേൾക്കാൻ ശ്രമിക്കുക. എത്ര വലിയ ജീവിതമായിരിക്കുന്ന ഓട്ടത്തിൻ്റെ ഇടയിലും തിരക്കിനിടയിലും അവരോടൊപ്പം ഒരു 10 മിനിറ്റ് ഫോണിലൂടെയെങ്കിലും നമ്മൾ സമയം ചെലവഴിക്കണം. അവരുള്ള കാലം വരെ നമ്മൾ അനാഥരല്ല, അവരില്ലാത്തൊരു കാലത്ത് നമ്മൾ അനാഥരാണ്. നമ്മൾക്ക് വിദ്യാഭ്യാസം തന്നത്, ആരോഗ്യം തന്നത്, നമുക്കെല്ലാ നന്മകളും തന്നത്, നമ്മുടെ കുറവുകൾ മാത്രം നമ്മൾ നോക്കിക്കാണരുത്. നമ്മളായിരിക്കുന്നതിന്, നമ്മളുടെ ഐഡന്റിറ്റി ആയിരിക്കുന്ന നമ്മുടെ പേര് പോലും നമ്മൾക്ക് ഇട്ടിരിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്. ആ അച്ഛനെയും അമ്മയെയും മറന്നുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു മക്കളും ജീവിതത്തിൽ ഒരിക്കലും നേരെയാവാൻ പോണില്ല. ഏത് മഹാക്ഷേത്രങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും ആ അച്ഛനെയും അമ്മേനെയും മറന്ന് ജീവിക്കുന്നവര് ഒരിക്കലും നേരെയാവില്ല, ഒരു കാരണവശാലും നേരെയാവില്ല. 1008 പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ പാരൻസുമായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അവരെ ബഹുമാനിക്കാതിരിക്കാനോ സ്നേഹിക്കാതിരിക്കാനോ അംഗീകരിക്കാതിരിക്കാനോ ഉള്ള ഒരു റീസണായി മാറരുത്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഉപരിചരൻ രാജാവും എന്താ ചെയ്തത്? അച്ഛൻ പറഞ്ഞതനുസരിച്ച് നേരെ എവിടേക്ക് പോയി? കാട്ടിലേക്ക് പോയി. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാര്യ വന്നിരിക്കുന്നത് എന്തിനാണ്? ഉപരിചരനായിരിക്കുന്ന രാജാവിൻ്റെ അടുത്തേക്ക്, ഭർത്താവിൻ്റെ അടുത്തേക്ക് ഭാര്യ എന്തിനാ വന്നിരിക്കുന്നത്? സായിറാം. ഓപ്പൺലി പറഞ്ഞാൽ 2024 ഭാഷയിൽ പറഞ്ഞാൽ സെക്സിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അല്ലെ? പുരാണ ഇതിഹാസങ്ങളിലൂടെ പറയുകയാണെങ്കിൽ പുത്രോൽപത്തിക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഏതൊരു മനുഷ്യനും ആദ്യം പ്രസക്തി കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു വികാരത്തിനായിരിക്കും. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്താ പറഞ്ഞത്? മകനെ ഇന്ന് വേണ്ട, നീ വനത്തിലേക്ക് പോകുന്നു. ഉടനെ അദ്ദേഹം ആ വാക്കാണ് കേട്ടത്. ഓക്കെ, അതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. വനത്തിൽ വെച്ച് സാക്ഷാൽ ലക്ഷ്മി ദേവിയെ പോലെ അതിസുന്ദരിയായ രാജ്ഞിയെ സ്മരിച്ച്, അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സുന്ദരിയാണ്. അപ്പൊ ആ ഒരു സുന്ദരിയെ ചിന്തിച്ച ഉടനെ തന്നെ രാജാവിന് സ്ഖലനമുണ്ടായി. സ്ഖലനം എന്ന് പറഞ്ഞാല് ശുക്ലം പുറത്തേക്ക് പോയി. ഈ രേതസിനെ നഷ്ടപ്പെടുത്താൻ വയ്യ. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ ശുക്ലത്തെ നഷ്ടപ്പെടുത്താൻ വയ്യ. ആ ഒരു ചിന്തയില് ആ ശുക്ലം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വടപ്പാത്രത്തിലാക്കിയിട്ട് തൻ്റെ രാജ്ഞിക്ക് എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. രാജ്ഞി എന്ത് ചെയ്തു? ആ രേതസ് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു നല്ല മുഹൂർത്തം ചിന്തിച്ചുറപ്പിച്ച് അദ്ദേഹം അവിടെ ഇരുന്ന ഒരു പരുന്തിനെ വിളിച്ചിട്ട് ഈ പൊതി കൊട്ടാരത്തിലെ ഭാര്യയെ കൊണ്ടുപോയി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. പരുന്തിനോട് പറഞ്ഞു, ഈ ഒരു പൊതി പരുന്ത് എന്തു ചെയ്യണം? കൊട്ടാരത്തിൽ പോയി ഭാര്യയ്ക്ക് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഋതുസ്നാന ശുദ്ധിയായി നിൽക്കുന്ന രാജ്ഞി, അതായത് പീരീഡ്സ് ടൈം എല്ലാം കഴിഞ്ഞ് ശുദ്ധിയായിരിക്കുന്ന രാജ്ഞി ഗിരികയെ തന്നെ ഇത് ഏൽപ്പിക്കണമെന്ന് പരുന്തിനോട് പറഞ്ഞേൽപ്പിച്ചു. പരുന്ത് എന്ത് ചെയ്തു? പരുന്തിന്റെ കൊക്കില് ഈ പൊതിയും തൂക്കിക്കൊണ്ട് ആകാശത്തിലൂടെ പോകുന്നത് മറ്റൊരു പരുന്ത് കണ്ടു. കൊക്കിൽ തൂക്കിക്കൊണ്ട് പോകുന്നത് മാംസമാണെന്ന് കരുതിയിട്ട് ആ പരുന്ത് എന്ത് ചെയ്ത് പറന്നടുത്ത് വന്നിട്ട് ഈ രേതസ് ശുക്ലം കൊക്കിൽ തൂക്കിക്കൊണ്ട് പോകുന്ന പരുന്തിനോട് അടിയുണ്ടാക്കാൻ തുടങ്ങി. അവർ തമ്മിലുള്ള ആ ഒരു അടിക്കിടയില്, യുദ്ധത്തിനിടയില് ആ പൊതി താഴെ യമുനാ നദിയിൽ പോയി വീണു. പരുന്തുകൾ പോരാട്ടം നിർത്തിയിട്ട് 2 പരുന്തും 2 വഴിക്ക് പോയി. പണ്ട് യമുനയില്
സന്ധ്യാവന്ദനത്തിനെത്തിയ ഒരു ബ്രാഹ്മണനെ അദ്രിക എന്ന് പേരുള്ള ഒരു അപ്സരസ് വശീകരിക്കാൻ ശ്രമിച്ചു. യമുനാ നദിയില് താപസത്തിന് വേണ്ടിയിട്ട് സന്ധ്യാവന്ദനത്തിനെത്തിയ ഒരു താപസനെ, ഒരു ബ്രാഹ്മണനെ അദ്രിക എന്ന് പേരുള്ള ഒരു അപ്സര സ്ത്രീ എന്ത് ചെയ്തു? വശീകരിക്കാൻ ശ്രമിച്ചു. തൻ്റെ പ്രാണായാമത്തിന് തടസ്സം വരുത്തിയ അവളെ, ഈ അപ്സരസിനെ പ്രാണായാമത്തിന് തടസ്സം വരുത്തിയപ്പം എന്തുണ്ടായി? അവളെ ബ്രാഹ്മണൻ ശപിച്ചു, നീ ഒരു മത്സ്യമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ആ മത്സ്യരൂപിണിയായിരിക്കുന്ന അപ്സരസ് പിന്നീട് ആ ബ്രാഹ്മണന്റെ ശാപമേറ്റിട്ട് മത്സ്യമായി മാറിയ ആ അപ്സരസിന്റെ പരുന്തിന്റെ കൊക്കിൽ ആ അപ്സരസ് എന്ത് ചെയ്തു? പരുന്തിന്റെ കൊക്കിൽ നിന്ന് താഴെ വീണ രേതസ് എടുത്തിട്ട് ആ മത്സ്യം വിഴുങ്ങി. ആ മത്സ്യം ഒരു അപ്സരസായിരുന്നു. ആ മത്സ്യം അതെടുത്തിട്ട് ആ ശുക്ലം എടുത്തിട്ട് വിഴുങ്ങി. കാലം ഏകദേശം ഒരു 10 മാസം കഴിഞ്ഞപ്പോ ഒരു മുക്കുവന്റെ വലയിൽ ഈ മത്സ്യം പെട്ടു. ശാപമോക്ഷം വേണമല്ലോ. ഒരു മുക്കുവന്റെ വലയിലേക്ക് ഈ ബ്രാഹ്മണന്റെ ശാപം കിട്ടിയ അപ്സരസ് പെട്ടു. മുക്കുവൻ ആ മീൻ മുറിച്ചപ്പോ അതിൽ നിന്ന് 2 കുട്ടികൾ പുറത്തു വന്നു. ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഒരാള് സുഭകനായിരിക്കുന്ന ഒരു ആൺകുട്ടി, മറ്റേത് സുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടി. മുക്കുവൻ എന്ത് ചെയ്ത്? ആ കുട്ടികളെ രാജാവിന് കൊണ്ടുപോയിട്ട് കാഴ്ചവെച്ചു. രാജാവ് ആൺകുട്ടിയെ മാത്രം അങ്ങ് സ്വീകരിച്ചു. ഉപരിചരൻ മത്സ്യൻ എന്ന പേരിൽ ആ ആൺകുട്ടി വളർന്ന് പ്രഗത്ഭനായി പ്രശസ്തനായി മാറി. മഹാ തേജസ്വിയായ അയാള്, ആ മത്സ്യൻ ഉപരിചരനെ പോലെ നല്ല പരാക്രമശീലമുള്ള ഒരാളായിരുന്നു. ആ മുക്കുവന് രാജാവ് തിരികെ കൊടുത്ത പെൺകുട്ടിയുടെ പേരാണ് മത്സ്യഗന്ധി. മത്സ്യനും മത്സ്യഗന്ധിയും എന്ന പേരിൽ പ്രശസ്തയായിരിക്കുന്ന കാളി. മത്സ്യഗന്ധി എന്ന പേരിൽ പ്രശസ്തയായ കാളിയാണത്. അവൾ മുക്കുവ കുടിലിൽ അങ്ങനെ വളർന്നു. മുക്കുവന്റെ കുടിലില് ആ പെൺകുട്ടി കാളി എന്ന നാമത്തിൽ വളരാൻ തുടങ്ങി. സുന്ദരിയായ കാളി അച്ഛനെ പരിചരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കെ അവളിൽ മനോജ്ഞമായിരിക്കുന്ന ആരാലും ആകർഷണം തോന്നുന്ന യൗവനം വന്നെത്തി. ആരിൽ? കാളിയില്. മീനായിരുന്ന അദ്രികയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന മുനിമാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സൂതൻ പറയാണ്, ആ ബ്രാഹ്മണൻ ശപിച്ചപ്പോ അദ്രിക കരഞ്ഞു കരഞ്ഞ് സങ്കടം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവൾക്കൊരു ശാപമോക്ഷം കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ, എന്റെ ശാപത്തിൽ നീ മീനായി ജനിക്കുമെങ്കിലും 2 മനുഷ്യക്കുട്ടികൾ നിന്നിലൂടെ ജനിക്കുന്നതോടെ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന്. കുട്ടികൾ ജനിച്ചപ്പോൾ അദ്രികയ്ക്ക് ശാപമോക്ഷം ലഭിച്ചു. മത്സ്യരൂപം മാറിയിട്ട് ദിവ്യരൂപം ധരിച്ച് അവൾ വീണ്ടും അദ്രിക എന്തായി? അപ്സരസായി മാറി സ്വർഗലോകത്തിലേക്ക് തിരിച്ചുപോയി. ശ്രീമദ് ദേവി ഭാഗവതം 2 വ്യാസോത്പത്തി, വ്യാസന്റെ ജനനത്തെ കുറിച്ചാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഏകഥാ തീർത്ഥയാത്രായാം വ്രജൻ പരശരോ മുനി ആജഗത് മാമാ മഹാതേജ കാളിന്ദ്യാസ്തുടമുത്തമം നിഷാധാമാഹ ധർമാത്മാ കുർവന്തം ഭോജനം തഥാ പ്രായയുസാ പരംഭാരം കാളിന്ദ്യ ഉടുപേനമാം എന്ന് വെച്ചു കഴിഞ്ഞാൽ സൂതൻ പറയാണ്, ഒരിക്കൽ തീർത്ഥയാത്ര കഴിഞ്ഞതിന് ശേഷം മഹാ തേജസ്വിയായിരിക്കുന്ന പരാശരമുനി കാളിന്ദിയുടെ തീരത്തെത്തി. പരാശരമുനി ഒരു വലിയ തീർത്ഥയാത്ര ചെയ്തിട്ട് വരുമായിരുന്നു. അങ്ങനെ തീർത്ഥയാത്രയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പരാശരമുനി കാളിന്ദി നദിയുടെ തീരത്തെത്തി. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടത്തുകാരനോട് മുനി പറഞ്ഞു, എന്നെ തോണിയിൽ കയറ്റിയിട്ട് അക്കരയ്ക്ക് കൊണ്ടുപോയി നിർത്തി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ആ മത്സ്യഗന്ധിയായിരിക്കുന്ന കന്യക എന്തു ചെയ്തു? മുനിയെ തോണിയിൽ കയറ്റി. എന്താ പറയാ, തോണിക്കാരൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പം മത്സ്യഗന്ധിയായിരിക്കുന്ന നമ്മുടെ കന്യക കാളി നേരെ തോണിയിൽ കയറ്റി. ആരെ? പരാശര മുനിയെ. അതിസുന്ദരിയായ കാളിയെ കണ്ടിട്ട് മുനിയുടെ മനസ്സങ്ങിളകി. അദ്ദേഹത്തെ കാമദേവൻ കീഴടക്കി എന്ന് വേണമെങ്കിൽ പറയാം. മുനി അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അങ്ങയുടെ കുലത്തിനും തപോ മഹിമയ്ക്കും ഉതകുന്ന പ്രവൃത്തിയാണോ ഇത് എന്ന് കാളി ചോദിച്ചു. എന്നാ ആ സുന്ദരി ചോദിച്ച ചോദ്യത്തിന്, മനുഷ്യജന്മം തന്നെ ദുർലഭമാണ്, വളരെ എപ്പോഴും കിട്ടാത്ത ഒരു ജന്മമാണ് മനുഷ്യജന്മം. അപ്പോൾ അങ്ങേക്ക് കിട്ടിയ ബ്രാഹ്മണ ജന്മം ഇത് അതിദുർലഭമല്ലേ? മനുഷ്യജന്മം തന്നെ നമുക്ക് കിട്ടുന്നത് വളരെ റെയറാണ്.
അപ്പൊ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല അങ്ങ് വസിഷ്ഠ കുലത്തിൽ പിറന്നവനല്ലേ. മത്സ്യഗന്ധിയായി എന്നെ കണ്ടിട്ട് ഇതുപോലെ ഒരു ആസക്തി എങ്ങനെയാണ് അങ്ങേക്ക് തോന്നിയത്? ഇത് പരാശര മുനിയോട് നമ്മുടെ മത്സ്യഗന്ധിയായി ജനിച്ച കാളി ചോദിച്ചതാണ്. അങ്ങ് ധർമ്മം മറന്ന് എൻ്റെ കയ്യിൽ പിടിക്കാൻ എന്താണ് കാരണം? അങ്ങ് സമാധാനമായിരിക്കൂ, ഞാൻ ഈ തോണി ഒന്ന് അക്കരയ്ക്ക് എത്തിക്കട്ടെ. മുനിക്ക് തൻ്റെ നിയന്ത്രണം വിട്ടുപോയി. തോണി അക്കരയിലെത്തി. എന്നാൽ അപ്പോഴും മുനിയിലുള്ള ആ കാമം അങ്ങ് അടങ്ങുന്നില്ല. വീണ്ടും അദ്ദേഹം കാമത്തോടുകൂടി ഈ കാളിയെ സമീപിച്ചു. അങ്ങേക്ക് അറപ്പും വെറുപ്പും ഒന്നും തോന്നുന്നില്ലേ? എന്നെ മീൻ നാറുന്നില്ലേ? തുല്യരായവർ തമ്മിലെ ബന്ധം പാടൂ. അങ്ങ് ഒരു ബ്രാഹ്മണ സ്ത്രീയെ അങ്ങ് പോകും, ബ്രാഹ്മണ സ്ത്രീയുടെ അടുത്തേക്ക് പോകും. ഞാനൊരു മത്സ്യകുലത്തിൽ മുക്കുവ കുലത്തിൽ ജനിച്ചൊരു സ്ത്രീയാണ്, എന്നെ മീൻ നാറും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങേക്ക് തുല്യമായ ഒരാളുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തൂ, അതാണ് ശാസ്ത്രമെന്ന് കാളി പരാശര മുനിയോട് പറഞ്ഞു. എന്നാലും ഈ മുനി ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. പക്ഷേ കുറച്ച് സമയം കൊണ്ട് തന്നെ മുനി എന്തു ചെയ്തു? കാളിയിലുണ്ടായിരുന്ന മീൻനാറ്റമെല്ലാം മാറ്റിയിട്ട് കസ്തൂരിയുടെ നല്ല നറുമണം വരുത്തി ആ ഒരു കാളി എന്ന സ്ത്രീയിൽ. അവളെ അതിസുന്ദരിയാക്കി മാറ്റി. എന്നിട്ട് അവളുടെ കൈ പിടിച്ചു. അപ്പൊ അവള് പറഞ്ഞു, മുനെ, മറ്റുള്ളവർ കാണും, മാത്രമല്ല മറുകരയിൽ അച്ഛനും ഉണ്ട്. മൃഗങ്ങളെ പോലെ ഇണചേരാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. രാത്രിയാവട്ടെ, അതുവരെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞു. മനുഷ്യർക്ക് രാത്രിയെ സുരതം പാടും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഡേ ടൈമിൽ സെക്സ് ചെയ്യരുത്. മനുഷ്യകുലത്തിന് നൈറ്റ് മാത്രമേ സെക്സ് ചെയ്യാനുള്ള പെർമിഷൻ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ. പകൽ സംഗമത്തിന് ദോഷമുണ്ട് എന്ന് പറയും. പകൽ സമയങ്ങളിൽ ഡേ ടൈമിൽ സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ദോഷമാണ്, നമ്മളെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമ്മളിൽ എന്ന് പറഞ്ഞു. അപ്പോൾ പരാശരൻ ഉടനെ തന്നെ അവിടെ ഒരു മൂടൽമഞ്ഞുണ്ടാക്കി. നദീതീരം കൂരിരുട്ടിലായി. അപ്പോൾ മത്സ്യഗന്ധി പറഞ്ഞു, മുനെ, അങ്ങ് കാര്യം കണ്ടിട്ട് ഇവിടം വിട്ടു പോകും. പിന്നെ എനിക്ക് ആരാണ് ഒരു തുണയായിട്ടുള്ളത്? അങ്ങയുടെ വീര്യം വെറുതെ പോവില്ലേ? ഗർഭിണിയായാൽ ഞാൻ എൻ്റെ അച്ഛനോട് എന്തുത്തരം പറയും? അപ്പൊ പരാശരൻ പറഞ്ഞു, നീ എന്നോട് സംഘം ചെയ്താലും നിന്റെ കന്യകാത്വം നഷ്ടപ്പെടില്ല. നിനക്ക് പേടി വേണ്ട. ഇഷ്ടമുള്ള വരം എന്താണെന്ന് നീ ചോദിക്കൂ, ഞാൻ നിനക്ക് അത് തരാന്ന് പറഞ്ഞു. ഉടനെ സത്യവതി പറഞ്ഞു, ആരും അറിയാത്ത വിധത്തില് എൻ്റെ കന്യകാത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ അങ്ങയുടെ ആഗ്രഹം സാധിച്ചാലും, മാത്രമല്ല ഈ സംഗമത്തിൽ അങ്ങയുടെ പ്രഭാവങ്ങളുള്ള നല്ല ഒരു സൽപുത്രനെ വേണം, എനിക്ക് നിർബന്ധമാണ്. എന്നിൽ ഇപ്പോഴുള്ള സുഗന്ധം, ഈ കസ്തൂരി സുഗന്ധം എന്നേക്കും നിലനിൽക്കണം. നിനക്ക് വിഷ്ണംശംഭനായിരിക്കുന്ന ഒരു പുത്രൻ ജനിക്കും. അവൻ 3 ലോകത്തും അറിയപ്പെടുന്നവനായി മാറും. എനിക്ക് അപ്സരസുകളെ കണ്ടിട്ടു കൂടി ഇതുപോലെ ഒരു ആഗ്രഹം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ദൈവനിയോഗമാണ്. അല്ലെങ്കിൽ മത്സ്യഗന്ധിയായ നിന്നെ കണ്ട് എൻ്റെ മനസ്സ് എങ്ങനെയാണ് മാറിയത്? നമുക്കുണ്ടാകാൻ പോകുന്ന മകൻ പുരാണ കർത്താവും വേദങ്ങളെ അറിയുന്നവനുമായിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുനി ആ സുന്ദരിയോടുകൂടി ബന്ധപ്പെട്ടു. മുനി കാളിന്തിയിൽ കുളിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ സത്യവതി ഗർഭിണിയായി. ക്ഷണനേരത്തിൽ തന്നെ പ്രസവിക്കുകയും ചെയ്തു. ആ യമുനാ ദ്വീപിൽ വെച്ച് ജനിച്ച മകൻ വ്യാസൻ ജനിച്ചപ്പോഴേ, ആ ജനിച്ച മകന്റെ പേരാണ് വ്യാസൻ എന്ന് പറയുന്നത്. ജനിച്ചപ്പം തന്നെ നല്ല പ്രഭാവമുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ഒരു സൂര്യനെ പോലെ തേജസ്വിയായിരുന്നു. തപോനിരതനായിരിക്കുന്ന അവൻ, നല്ല ഒരു തപസ് അനുഷ്ഠിക്കുന്ന വ്യാസൻ, എന്നെ ഓർത്ത് അമ്മ വിഷമിക്കേണ്ട, അമ്മയ്ക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, ഞാൻ അമ്മയ്ക്കൊരു ബാധ്യതയാവില്ല, ഞാൻ തപസ്സിന് പോവുകയാണ് അമ്മേ, എനിക്ക് തപസ് ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. എന്നാൽ അമ്മ എന്നെ പറ്റി എപ്പോഴാണോ ചിന്തിക്കുന്നത് ആ നിമിഷം ഞാൻ അമ്മയുടെ അടുത്തെത്തും. എന്ത് വിശേഷമുണ്ടായാലും അമ്മ എന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി, ഇപ്പോൾ ഞാൻ പോകട്ടെ എന്നും പറഞ്ഞ് വ്യാസൻ അവിടം വിട്ടുപോയി. വ്യാസം പോയി കഴിഞ്ഞപ്പോൾ സത്യവതി നേരെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. വിഷ്ണുവിന്റെ അംശത്തോടുകൂടി ദ്വീപിൽ വെച്ച് ജനിച്ച വ്യാസൻ ദ്വൈപായനൻ എന്ന പേരിൽ പ്രശസ്തനായി. ഇനി മറക്കരുത്, വിഷ്ണുവിന്റെ അംശത്തോടുകൂടി നദിയിൽ വെച്ച് ജനിച്ചത് കൊണ്ടാണ് ദ്വൈപായനൻ എന്നൊരു പേര് ആർക്ക് വന്നത്? വ്യാസന് വന്നത്. ക്ലിയർ? അങ്ങനെ അദ്ദേഹം തപസ്സൊക്കെ ചെയ്ത് ഓരോരോ തീർത്ഥങ്ങളിൽ നിന്ന് തീർത്ഥങ്ങളിലേക്ക് സഞ്ചരിച്ച്
ഒരുപാട് അറിവും ജ്ഞാനവും വിജ്ഞാനവും എല്ലാം നേടി കലിയുഗം ആരംഭിച്ചതായി അറിഞ്ഞപ്പോൾ വേദങ്ങളെ 4ആയി വ്യാസൻ വിഭജിച്ചു. 4 വേദങ്ങളായി മാറ്റി. പുരാണങ്ങളെല്ലാം അദ്ദേഹം രചിച്ചു. സുമന്തു, പൈലൻ, വൈശംപായനൻ, ജൈമിനി, ദേവലൻ, അസിതൻ അങ്ങനെ പ്രഗത്ഭരായിരിക്കുന്ന കുറെ ശിഷ്യന്മാരും മകനുമായിട്ട് ശുഗനും ഉണ്ടായി വ്യാസന്. ഓക്കെ, സാധാരണ നിലയ്ക്ക് ജനങ്ങൾക്ക് സാധിക്കാത്തൊരു കാര്യം മഹാനായ മാമുനി ചെയ്തതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാളി ഒരു മീനിന്റെ ഉള്ളിൽ വളരാനിടയായി, അല്ലെ? കാളി ഒരു മീനിന്റെ വയറ്റിലാണ് വളർന്നത്. അത് പരാശര മുനി, അല്ലെ? കാരണം പരാശര മുനിയാണ്. പരാശര മുനിയും ശന്തനു മഹാരാജാവും കാളി മീനിന്റെ വയറ്റിൽ ജനിക്കുകയും വ്യാസൻ ജനിക്കാൻ കാരണം പരാശര മുനിയായതും ശന്തനു മഹാരാജാവ് രണ്ടാമത് കാളിയെ, സത്യവതിയെ വിവാഹം ചെയ്യാനൊക്കെ തീരുമാനിച്ച് ഒരുപാട് ആകർഷണം തോന്നി. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു ഫലം കണ്ടില്ല. ഇതിനൊന്നും ഒരു ഫലം കണ്ടില്ല. വ്യാസന്റെ അത്ഭുത ജനനം, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. വ്യാസന്റെ ആ ഒരു അത്ഭുത ജനനത്തിന് ഇതൊക്കെ നിമിത്തമായി കരുതി. ഇവിടെ ഞാൻ എന്താ പറയണമെന്നറിയോ നിങ്ങളോട്? മഹാന്മാരുടെ കഥകളിൽ നിന്നും നാം ഗുണം മാത്രം കണ്ടെത്തി പഠിക്കണം. നമ്മൾ അങ്ങനെ ഇങ്ങനെ. ബിന്ദുമ്മ ഇവിടെ ഇരുന്ന കാപ്പി എന്തേ കളയരുത് കേട്ടാ. അപ്പോ നമ്മൾ എപ്പോഴും എന്ത് ചിന്തിക്കണം എന്നറിയാമോ? നമ്മൾ ഒരുപാട് ചോദ്യം ചെയ്യാൻ നിൽക്കരുത് നമ്മുടെ വേദങ്ങളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരിക്കലും ഒന്നിൻ്റെയും തുടക്കവും അറ്റവും കണ്ടെത്താൻ കഴിയില്ല, അല്ലെ? ഒന്നിൻ്റെയും തുടക്കവും അറ്റവും കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദ ഇതിഹാസ പുരാണങ്ങളെ ചോദ്യം ചെയ്ത് നമ്മൾ അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതെല്ലാം സാക്ഷാൽ ഗുരുവായൂരപ്പനിൽ നിന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോ നമ്മൾ എന്തൊരു കാര്യം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ അതിൻ്റെതായ കാര്യകാരണങ്ങൾ ഉണ്ടാവുമെന്ന ബോധ്യം നമുക്ക് വേണം. അല്ലാതെ നമ്മളിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്ന വ്യക്തികളോട് നിശബ്ദത പാലിക്കാനാണ് ശ്രീല പ്രഭുപാജി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോ ഇവിടെ കണ്ടില്ലേ, കാളി ഒരു മീനിന്റെ ഉള്ളിൽ ജനിക്കാനും പരാശര മുനി, ശന്തനു മഹാരാജാവ് ഇവരൊക്കെ അവളിൽ ഒരു ആകർഷണം തോന്നാനും, എന്നാൽ കാമത്തിന്റെ ആ ഒരു പരിണിത ഫലം കൊണ്ടല്ല ഇതൊന്നും വന്നിരിക്കുന്നത്. പിന്നെയോ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഗുണങ്ങൾ മാത്രം എടുക്കാൻ ശ്രമിക്കാം. മാത്രമല്ല இன்னைக்கு ட்ரான்ஸ்ஃபர் பண்றேன். ഹലോ, മത ചേച്ചി ഇന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇന്ന് ചെയ്യാം. ഒരു 2 hours ഞാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ ട്രാൻസ്ഫർ ചെയ്ത് തരാം. പൊക്കോളൂ അല്ലേ? ഓക്കെ. ഓക്കെ, നമ്മുടെ 3 എണ്ണത്തിൻ്റെതും കൂടിയല്ലേ വരുന്നത്? 39, 40, 41 മൂന്ന് ലൈസൻസിൻ്റെയും കൂടിയല്ലേ? ഓക്കെ ചേച്ചി, ഒരു 2 hours സെൻഡ് ചെയ്യാം കേട്ടോ. ശരി ചേച്ചി. ഓക്കെ. താങ്ക് യു ചേച്ചി. മഞ്ജരീസിന്റെ ഒരു പേയ്മെന്റ് ലൈസൻസിന്റെ. അപ്പോ ശുഭപര്യ വ്യവസായി ആയിരിക്കുന്ന ഈ കഥ കേൾക്കുന്നവർക്ക് ദുർഗതി ഉണ്ടാവില്ല എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ ഈ കഥ ആരാണോ കേൾക്കുന്നത് അവർക്ക് ദുർഗതി ഉണ്ടാവില്ല, നന്മയെ ഉണ്ടാവും. അവർ സുഖികളായി ജീവിക്കും എന്നാണ് ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതവും പലതരത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് വരും, അല്ലെ? പല നല്ല വഴികളിലൂടെയും പോകും, പല ചീത്ത വഴികളിലൂടെയും പോകും, ദുഃഖം നിറഞ്ഞ വഴികളിലൂടെയും പോകും, സന്തോഷമുള്ള വഴികളിലൂടെയും പോകും. ചില സമയത്ത് നമ്മൾ ചെയ്ത പോലെ അപരാധം വേറെ ആരും ഈ ലോകത്ത് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെ? ചിലപ്പോ നമ്മൾ ചെയ്ത പോലെയുള്ള ശരികൾ വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഒരിക്കലും നമ്മളുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഒരാളെയും വിലയിരുത്തരുത്. ബിക്കോസ് ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല, ഒരാളും പെർഫെക്റ്റ് അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്നിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നാളെ നമ്മൾ എങ്ങനെയായി തീരും, ഇത് മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്.
ഇനി അതേക്കുറിച്ച് ചിന്തിച്ച് വെപ്രാളപ്പെട്ട് ആലോചിച്ച് ഒരാളെ നമ്മൾ വിലയിരുത്തി, ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ നമ്മൾ ഈശ്വരന്റെ മുമ്പിൽ നമ്മൾ വീണ്ടും ജനിക്കാനുള്ള കാര്യകാരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാരണങ്ങളാണ്. നമ്മൾ ഒരാളെയും അങ്ങനെ വിലയിരുത്തരുത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരാളുടെ പാസ്റ്റും അറിയണ്ട, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അറിയാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. എന്നോടിപ്പോൾ ചിലർ വിളിച്ചു പറയും, മാതാജി ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ പറ്റിപ്പോയി മാതാജി. ഞാൻ പറഞ്ഞു, അതെന്തിനാ എന്നോട് പറയുന്നത്? എനിക്കത് കേൾക്കേ വേണ്ട. അത് പറ്റിപ്പോയി, കഴിഞ്ഞു, തീർന്നു. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? ഇനിയിപ്പം നമ്മൾ അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നു, വാട്ട് ഈസ് നെക്സ്റ്റ്, അത് മാത്രം ചിന്തിക്കുക. നമ്മൾ വിചാരിച്ചിട്ടല്ല നമ്മൾ ഒരു വഴികളിലൂടെയും മുന്നോട്ട് പോകുന്നത്. നമ്മളെ നിയന്ത്രിക്കുന്നത് ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് നമ്മളെടുത്ത ജന്മമാണ്, കർമ്മഫലമാണ്. മനസ്സിലായില്ലേ? എൻ്റെ ലൈഫിൽ ഓപ്പൺലി പറയുകയാണെങ്കിൽ എല്ലാ തെറ്റ് ചെയ്ത ആളുകളെയും എനിക്കറിയാം. ഞാനും വലിയ തെറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഓരോരുത്തരെ നമ്മൾ പഴിക്കാൻ പോകുന്നത്, ഓരോരുത്തരെ നേരെ വിരൽ ചൂണ്ടാൻ പോകുന്നത്? അത് ശരിയല്ല. ഞാൻ അങ്ങനെ ഒരാളെ വാല്യൂ ചെയ്യാറില്ല. ഒരാളിട്ട വസ്ത്രത്തിന് ഞാൻ അവരെ ആ വസ്ത്രത്തിൻ്റെ മഹിമയിൽ, അവരിടുന്ന ആഭരണങ്ങളുടെ മഹിമയിൽ, അവരുടെ എന്താ പറയുക എഡ്യൂക്കേഷൻ്റെ മഹിമയിൽ, അവരിയ്ക്കുന്ന പൊസിഷൻ്റെ മഹിമയിൽ, മനസ്സിലായില്ലേ, അവർ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളുടെ വഴികളിൽ ഞാൻ ഒരാളെയും ഞാൻ വാല്യൂ ചെയ്യാറില്ല. എനിക്ക് എത്ര വലിയ കോടീശ്വരനായാലും ശരി, എത്ര താഴെയുള്ള ഒരാളാണെങ്കിലും ശരി, എൻ്റെ ജീവിതത്തിൽ അവരൊരുപോലെയാണ്. ഇന്ന ആൾക്ക് ഇന്ന സ്ഥാനവും ഇന്ന ആൾക്ക് ഇന്ന സ്ഥാനവും അങ്ങനെ ഞാൻ കൊടുക്കില്ല. എനിക്കിഷ്ടമല്ല അത്. പിന്നെ ഞാൻ ഭഗവാനെ ആരാധിച്ചിട്ട് എന്താണ് കാര്യം? ഇന്നലെ വരെ നമ്മൾ പഠിച്ചത് എന്താണ്? വ്യാസന്റെ മകൻ ശുഗൻ എന്തിനാണ് ജനമേജയ മഹാരാജാവിന്റെ അടുത്ത് പോയിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാം തുല്യമായിട്ടാണോ കൊണ്ടുപോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ തുല്യമായി കൊണ്ടുപോയിക്കൂടാ? എന്തുകൊണ്ട് കൊണ്ടുപോയിക്കൂടാ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാവരും തുല്യരാണ്, എല്ലാവരും തുല്യരാണ്. അതെങ്ങനെ, ഏത്, എപ്പോ, എങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു വന്ന ഒരാളാണെങ്കിലും ശരി, എത്ര പെണ്ണ് പിടിച്ചവനാണെങ്കിലും ശരി, എത്ര ആണുങ്ങളുടെ കൂടെ മോശം രീതിയിൽ നടന്നു പോയ ഒരു സ്ത്രീ ആണെങ്കിലും ശരി, കാശുള്ളവനാണെങ്കിലും ശരി, കാശില്ലാത്തവനാണെങ്കിലും ശരി, രോഗമുള്ളവനാണെങ്കിലും ശരി, രോഗമില്ലാത്തവനാണെങ്കിലും ശരി, 10 കെട്ടിയവനാണെങ്കിലും ശരി, 10 കെട്ടിയവളാണെങ്കിലും ശരി, ആരായാലും ശരി. കാരണം ആ ജീവാത്മാവിനെ വിധിക്കാൻ ഞാൻ പെർഫെക്റ്റ് അല്ലല്ലോ. അതാണ് ഞാൻ ചിന്തിക്കുക. നമ്മളല്ല ഒരാളെ അളക്കേണ്ട വ്യക്തി അളവുകോലായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തി അളക്കുമ്പോൾ മാന്യമായി ജീവിച്ച് നമ്മൾ ചിലപ്പം ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണിൽ ആ വ്യക്തി, നമ്മൾ തെറ്റെന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരാളെ അളക്കാൻ പോണ്ട. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച പാഠമാണത്. നീ ഒരാളെയും അളക്കാൻ നീ വളർന്നിട്ടില്ല, നീ വളരെയില്ല, നീ ആ ഒരു ഉത്തമ പൊസിഷനിൽ എത്തിയില്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. ഒരാളെ നേരെ വിരൽ ചൂണ്ടാൻ നീ ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നെ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഏത് വലിയ നിലയിലെത്തിയാലും എത്ര വലിയ തിരക്കുണ്ടെങ്കിലും നീ എടുത്ത ക്ലാസ്സുകൾ നീ മുടക്കരുത്. അതൊരു സ്പെഷ്യൽ ക്ലാസ് എടുത്തിട്ടെങ്കിലും നീ ആ ചാപ്റ്ററുകൾ തീർത്തു കൊടുക്കണം. നീ പറയുന്നത് കേൾക്കാൻ നിന്റെ വാക്കുകൾ കൊണ്ട് മനസമാധാനം കിട്ടുന്ന അനേകായിരം ജനങ്ങളുണ്ടെങ്കിൽ അവരാണ് നിന്റെ സമ്പത്ത്, അവരാണ് നിന്റെ സ്വത്ത്, അവരാണ് നിന്റെ ജീവിതം എന്ന ഓർമ്മയിൽ നീ മുന്നോട്ട് കാലെടുത്ത് വെക്കണം. ഇതാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ച പാഠം. വിളക്ക് വെക്കാതെ നീ വീടിന്റെ പുറത്തിറങ്ങരുത്. നീ കഴിച്ചില്ലെങ്കിലും ശരി, നീ ഭഗവാന് നിവേദ്യം കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുക. ഇതാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിക്കുന്നത്. ഉച്ച സമയത്ത് കിടന്നുറങ്ങരുത്, സന്ധ്യയ്ക്കും കിടക്കരുത്, ഭക്ഷണം കഴിക്കരുത്. പരിമിതമായ സമയം മാത്രം നീ ഉറങ്ങുക, അതിൽ കൂടുതൽ സമയം നീ ഉറങ്ങരുത്. ഒരാളോടും മുഖം കറുപ്പിച്ച് സംസാരിക്കരുത്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. നീ ഒരാളോടാ ഞാനിത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ദിവസം വൈകിയാലും നീ ആ കാര്യം ചെയ്തു കൊടുക്കുക. നമ്മൾക്ക് 1008 ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നമ്മുടെ വീട്ടിൽ കയറി വരുന്നവരോട് കാണിക്കരുത്. ഇതൊക്കെയാണ് എൻ്റെ അച്ഛൻ കുഞ്ഞിലെ എന്നെ മടിയിലിരുത്തി പഠിപ്പിച്ചത്. അതൊക്കെ ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലായില്ലേ? നമ്മളുടെ ലൈഫും നമ്മുടെ തോട്ട്സും ഇങ്ങനെ ആയിരിക്കണം. കാരണം എൻ്റെ അച്ഛൻ അങ്ങനെയാണ്. അപ്പം അങ്ങനെ പോണ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു മനസ്സമാധാനം നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും.
സന്തോഷം കിട്ടും. നമ്മൾ വ്യത്യസ്തമായിരിക്കുന്ന അളവുകോൽ കൊണ്ട് ആളുകൾ അളക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എവിടെ എത്തൂല, വേസ്റ്റ് ആയിപ്പോവും. ക്ലിയർ? ഓക്കെ ആണോ? ഇന്ന് മുതൽ എത്ര പേര് അങ്ങനെയാവും? എങ്ങനെ ഈ തോട്ട്സിലേക്ക് എത്ര പേര് വരും? ഹരേ കൃഷ്ണ ഹരേ രാമ വേലണ്ണ. ഇന്നലെ നമുക്ക് അരിയെല്ലാം തന്ന വേലു എന്ന് പറയുന്ന അണ്ണൻ ലൈവിൽ വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. എത്ര പേര് അതേപോലെ മാറും? ഞാൻ, അനന്തു, സുജു, ഷൈനി സ്വാമിദാസ്. ശ്രമിക്കണം ജിഷ മാതാജി, നടക്കും. അതെ, മഞ്ജരീസ് കുടുംബം മൊത്തം അങ്ങനെയാണ്. നീ അങ്ങനെ എല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ അടി അടിക്കും തലയ്ക്ക്. അടങ്ങി നിൽക്കുക അവിടെ എന്ന് പറയും. ഓക്കെ, ഹരേ കൃഷ്ണ. നമ്മൾ അങ്ങനെ ആയാൽ മതി. സിമ്പിൾ ലൈഫ്, ഹൈ തോട്ട്സ്. ഓക്കെ, അങ്ങനെ ജീവിക്കണം നമ്മൾ. ലളിത ജീവിതം, ഉയർന്ന ചിന്താഗതി, അത് മതി നമുക്ക്. ഞാനാവാം, പക്ഷേ എന്താണ് ഒരു പക്ഷേ? ആ പക്ഷിയാണ് ഭഗവാനോട് അടുക്കാതിരിക്കുന്നത്. മഹേഷ്, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ശ്രീമദ് ദേവി ഭാഗവതം 2, ശന്തനു വിവാഹം. ശന്തനുവിന്റെ കല്യാണമാണ് സത്യവതിയുമായിട്ട്. ഉത്പത്തിസ്തു ത്വയാ പ്രോക്ത വ്യാസാസ്യാമി ദേ തേജസ സത്യാവത്യാസ്തതാസൂത വിസ്തരേണ ത്വയാനഘ തദാപേക്ഷ്യസ്തു സന്ദേഹശ്ചിദേ സ്മാകം സംസ്ഥിതഃ ന നിവർത്യതി ധർമ്മജ്ഞ കതിദേനാ ത്വയാനഘ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഋഷിമാര് പറയാണ്, അങ്ങ് വ്യാസന്റെ ജനനവും സത്യവതിയുടെ ചരിതമൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു അല്ലെ? വ്യാസന്റെ അമ്മയായ സത്യവതി എങ്ങനെയാണ് ശന്തനു മഹാരാജാവിനെ കല്യാണം കഴിച്ചത്? അതും കൂടി നമുക്കൊന്ന് അറിയണം. വംശമഹിമയൊന്നുമില്ലാത്ത ഒരു ദാശരാജപുത്രിയെ രാജാവ് കല്യാണം കഴിക്കാൻ എന്താ കാരണം? ശന്തനുവിന്റെ മകനായിരിക്കുന്ന ഭീഷ്മരുടെ കഥയൊക്കെ ഞങ്ങൾക്കൊന്ന് കേൾക്കണം. അദ്ദേഹം എങ്ങനെയാണ് വസുവിന്റെ അംശമായിരിക്കുന്നത്? ചിത്രാംഗതനെ രാജാവായി വാഴിച്ചത് ഭീഷ്മരല്ലേ? ധർമ്മിഷ്ഠനായിരിക്കുന്ന ചേട്ടനിരിക്കുമ്പോ അനിയൻ എങ്ങനെ രാജാവായി? അതൊക്കെ നല്ല ചോദ്യങ്ങളാണല്ലേ. മുരുകൻ പ്രഭുവിന്റെ നടുവേദനയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നും കിച്ചൂട്ടനോട് പറയുന്നുണ്ട്. ചിത്രാംഗതൻ മരിച്ചപ്പോ വിചിത്രവീര്യനെയും രാജാവാക്കി വാഴിച്ചത് ഭീഷ്മരല്ലേ? ഭീഷ്മർക്ക് രാജ്യഭാരം കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഭീഷ്മര് രാജ്യഭരണം ഒന്നും ഏറ്റെടുക്കാത്തത്? മാത്രമല്ല, ഭീഷ്മര് ബ്രഹ്മചാരിയായി തീരാൻ കാരണം എന്താണ്? ആ അമ്മ വ്യാസനെ കൊണ്ട് തന്റെ സഹോദര ഭാര്യമാരിൽ എന്തിനാണ് ആൺകുട്ടികളെ ജനിപ്പിക്കാൻ ശ്രമിച്ചത്? അത് തെറ്റല്ലേ? മാത്രമല്ല, വ്യാസൻ പുരാണകർത്താവും ധർമ്മിഷ്ഠനും വേദം എഴുതിയ ആളുമല്ലേ? വെറുക്കപ്പെടാവുന്ന ഈ കർമ്മം അദ്ദേഹം എന്തിനാണ് ഏറ്റെടുത്തത്? അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ ഭാര്യമാരിൽ എന്തിനാണ് പുത്രോത്പാദനം നടത്തിയത്? വ്യാസന്റെ ശിഷ്യനായ അങ്ങ് തന്നെ എല്ലാം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ സൂതൻ പറയാണ്, ഇക്ഷാകു വംശത്തിൽ മഹാനായ മഹാഭിക്ഷൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു. എന്താണ്? ഇക്ഷാകു വംശത്തിൽ മഹാനായ മഹാഭിക്ഷൻ എന്നൊരു രാജാവ് ചക്രവർത്തിയായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് 1000 അശ്വമേധങ്ങൾ, 100 വാജപേയങ്ങൾ എന്നിവയെല്ലാം നടത്തി അദ്ദേഹം ഇങ്ങനെ ദേവേന്ദ്രനെ, ഈ രാജാവ് പ്രീതിപ്പെടുത്തി. മരിച്ച് സ്വർഗത്തിലെത്തിയ അദ്ദേഹം ഒരിക്കലും ബ്രഹ്മസഭയിൽ ചെന്നിട്ട് മറ്റ് ദേവതകളും അവിടെ ഉണ്ടായിരുന്നു. ഈ രാജാവ് അവിടെ ചെന്നപ്പം ഒരുപാട് ദേവീദേവന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മഹാനദിയായ ഗംഗാദേവി അവിടെ വിഭുസേവയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ബ്രഹ്മലോകത്ത്. അവളുടെ സാരിയുടെ കഷ്ണത്തില്, പുടവയുടെ കഷ്ണത്തില് കാറ്റിൽ പറന്ന് കുറച്ചു നേരത്തേക്ക് ഈ ഗംഗാദേവിയുടെ നഗ്നത കാണാൻ പറ്റി. വിണ്ണവർ അത് ശ്രദ്ധിക്കാതെ തലകുനിച്ചു. ആകാശത്തിലുള്ള ആളുകൾ എന്ത് ചെയ്തു? ആ നഗ്നത ശ്രദ്ധിക്കാതെ തലകുനിച്ചു. മഹാഭിക്ഷൻ എന്ന് പറയുന്ന രാജാവ് അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. തന്നെ കണ്ട് രാജാവ് പ്രേമത്തിലായി എന്നറിഞ്ഞപ്പം ഗംഗയും നൃപനിൽ ഇഷ്ടം തോന്നി അങ്ങനെ നിന്നു. ബ്രഹ്മാവ് ഇത് കണ്ട് ഗംഗയെയും ശപിച്ചു, മഹാഭിക്ഷനെയും ശപിച്ചു. നിങ്ങൾ രണ്ടുപേരും മനുഷ്യലോകത്ത് പോയി ജനിക്കൂ എന്ന് പറഞ്ഞു.
വേണ്ടത്ര പുണ്യം ആർജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ദേവലോകത്തേക്ക് വരാമെന്ന് മഹാഭിക്ഷനോടും ഗംഗയോടും ബ്രഹ്മദേവൻ പറഞ്ഞു. വിഷമത്തോടുകൂടി അവർ രണ്ടുപേരും ഭൂമിയിലെത്തി. ധർമ്മിഷ്ഠരായി ആലോചിച്ച് രാജാവ് എന്തായി, ധർമ്മിഷ്ഠരായിരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് രാജാവ് എവിടെ എത്തി? പുരുവംശത്തിൽ പിറന്ന പ്രദീപനെ പിതാവായി സങ്കല്പിച്ച് ഭൂമിയിൽ അങ്ങ് ജീവിതം തുടങ്ങി. അതിനിടയില് അഷ്ടവസുക്കള് ഭാര്യമാരോട് കൂടെ ക്രീഡാലോലുപരായിട്ട് വസിഷ്ഠന്റെ ആശ്രമത്തിൽ വന്നു. ആ സമയത്ത് അഷ്ടവസുക്കളിൽ പ്രധാനിയായ ധോവിന്റെ ഭാര്യ ആശ്രമത്തില് നന്ദിനി പശുവിനെ കണ്ടിട്ട് അത് ആരുടെ പശുവാണെന്ന് ചോദിച്ചു. സുന്ദരി, ഇത് വസിഷ്ഠന്റേതാണ്. ഇതിന്റെ പാല് കുടിക്കുന്ന ആണും പെണ്ണും 10,000 കൊല്ലം യൗവനത്തോടെ ഇരിക്കും. ആരുടെ? നന്ദിനി പശുവിന്റെ. അപ്പോൾ ദ്യോവ്യന്റെ ഭാര്യ പറഞ്ഞു, തന്റെ മനുഷ്യലോകത്തിലെ സുഹൃത്തായ ഉഷിനരസ പുത്രിക്ക് കുട്ടിയോടുകൂടി ഈ പശുവിനെ സമ്മാനിക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു. സകല കാമങ്ങളെയും നിവർത്തിക്കുന്ന ഈ പശുവിനെ എന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരൂ. ഈ പശുവിന്റെ പാല് കുടിച്ച് എന്റെ തോഴി മനുഷ്യരുടെ കൂട്ടത്തിൽ ജരാരോഗങ്ങൾ ബാധിക്കാത്തവളായി അങ്ങനെ ജീവിക്കട്ടെ. ഭാര്യയുടെ വാക്ക് കേട്ടപ്പോൾ ദ്യോവ് എന്ത് ചെയ്തു? ആ പശുവിനെ മോഷ്ടിച്ചിട്ട് ഭാര്യയുടെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു കൊടുത്തു. വസുക്കൾ നന്ദിനിയെ കട്ടുകൊണ്ടുപോയി എന്ന് അറിഞ്ഞപ്പോ ഫലമൂലാദികൾ കൊണ്ടുവരാൻ വനത്തിൽ പോയ വസിഷ്ഠൻ എന്ത് ചെയ്തു? വസുക്കൾ വന്നിട്ട് പശുവിനെ കട്ടുകൊണ്ട് പോയി എന്ന് വസിഷ്ഠൻ അറിഞ്ഞു. വസിഷ്ഠൻ ആ സമയത്ത് എവിടെയായിരുന്നു? കാട്ടില് ഫലമൂലാദികളൊക്കെ ശേഖരിക്കാൻ പോയതാ. ഉടനെ വസിഷ്ഠൻ ഇങ്ങനെ പശുവിനെയും കുട്ടീനെയും അന്വേഷിക്കുകയാണ്. ആശ്രമത്തിൽ കാണാഞ്ഞ് എല്ലാ വനങ്ങളിലും ഗുഹകളിലും ഒക്കെ തേടി നടക്കാണ്. തന്നെ അപമാനിച്ച് പശുവിനെയും കുട്ടീനെയും കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോ വസുക്കളാണെന്ന് അറിഞ്ഞപ്പം വസിഷ്ഠർക്ക് ഭയങ്കര ദേഷ്യമായിട്ട് അഷ്ടവസുക്കളെ അങ്ങ് വസിഷ്ഠ മുനി ശപിച്ചു. നിങ്ങൾ എല്ലാവരും മനുഷ്യയോനിയിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞു. ശാപം അറിഞ്ഞപ്പോഴത്തേക്കും വസുക്കള് ശാപമോക്ഷത്തിനായിട്ട് മുനിയുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചു. നിങ്ങളെ ഓരോരുത്തരെ വീതം ആണ്ടുതോറും ഞാൻ ശാപമുക്തരാക്കാം. ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നാൽ ദ്യോവ് മാത്രം കുറച്ചു കാലം അധികം മനുഷ്യനായി ജനിക്കട്ടെ, അങ്ങനെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ശാപം കിട്ടിയ വസുക്കൾ തിരിച്ചു പോകുമ്പോൾ ഗംഗാദേവി ആ വഴിക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. ശാപമൊക്കെ വാങ്ങിയിട്ട് വസുക്കൾ ഇങ്ങനെ തിരിച്ചു പോവാ. അപ്പൊ ആ വഴിക്കുണ്ട് നമ്മുടെ ഗംഗാദേവി വരുന്നു. എങ്ങനെയാണ് ഞങ്ങൾക്ക് അമൃത് ഉണ്ണുന്ന ദേവന്മാരായി കഴിയുക എന്നവര് ദേവിയോട് ചോദിച്ചു. മനുഷ്യരുടെ വയറ്റിൽ പിറക്കുകയെന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ മഹാത്മാവായ അമ്മേ, അവിടുന്ന് ഒരു മനുഷ്യ സ്ത്രീയായി പിറന്ന് ഞങ്ങൾക്ക് ജന്മം നൽകണം ഗംഗാദേവി എന്ന് പറഞ്ഞു. ബിന്ദുവമ്മേ, ശന്തനുവിന്റെ സഹധർമ്മിണിയായിട്ട് നീ വാഴണം. എന്താണ്? ശന്തനുവിന്റെ സഹധർമ്മിണിയായിട്ട് നീ ജീവിക്കണം. ആരോട്? ഗംഗയോട് പറഞ്ഞു വസുക്കള്. എന്നിട്ട് നിന്റെ വയറ്റിൽ ഞങ്ങൾക്ക് മക്കളായി ജനിക്കാനുള്ള അനുഗ്രഹം നൽകണം. എന്നാലേ ഞങ്ങൾക്കും ശാപമോക്ഷമുള്ളൂ. ഓൾറെഡി മഹാഭിക്ഷന്റെയും ഗംഗയ്ക്കും ശാപം കിട്ടി വന്നിരിക്കുകയാണ് ബ്രഹ്മദേവനോട്. ഇവർക്കും കിട്ടിയിരിക്കുകയാണ് വസിഷ്ഠനോട്. എന്നിട്ട് ഞങ്ങൾ ജനിച്ചു കഴിയുമ്പം നീ എന്ത് ചെയ്യണം? ഞങ്ങളെ തട്ടല്ലേ ബിന്ദുമേ ടേബിള്, ജലത്തിലേക്ക് എറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യജന്മത്തിൽ നിന്ന് ഞങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കും. ഇത് കേട്ടപ്പോൾ ഗംഗാദേവി പറഞ്ഞു, ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. എത്ര പേര് ലൈവിലുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വേഗം. അധികം വൈകാതെ പ്രദീപന്റെ മകനായിട്ട് മഹാഭിക്ഷൻ ജനിച്ചു. മഹാഭിക്ഷനും ഗംഗയ്ക്കുമാണല്ലോ തമ്മിൽ സ്നേഹം തോന്നിയിട്ട്, താങ്ക് യു ബാബു പ്രഭു, സ്നേഹം തോന്നിയിട്ട് എന്തുണ്ടായത്? മക്കള് ജനിച്ചത്. അല്ല സോറി, ശാപം കിട്ടിയത്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒരു മിനിറ്റ്.
ഷിഖിലെ ചെയ്തിട്ടുണ്ട് കേട്ടാ. ആ ഇന്നൊരു ബ്ലൗസ് കൊടുക്കാനുണ്ട്. ആ കസ്റ്റമറുടെ നമ്പർ അയച്ചു കൊടുത്തതാ ഷോപ്പിലെ സ്റ്റാഫിന്. ഇല്ലെങ്കിൽ അവർക്ക് ബ്ലൗസ് തയ്ച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ നെഞ്ചത്ത് പൊങ്കാല ഇടും. രമോ, സ്റ്റിച്ചിങ് ഒരു തലവേദന പിടിച്ച കേസ് കേട്ടാ. നല്ല ചീത്ത വിളിക്കും, ഫോണിലും ചീത്ത വിളിക്കും, ഷോപ്പിൻ്റെ അവിടെ വന്നും ചീത്ത വിളിക്കും. അങ്ങനെ ഗംഗാദേവി അതിന് സമ്മതിച്ചു. വൈകാതെ പ്രദീപന്റെ മകനായിട്ട് മഹാഭിക്ഷൻ ജനിച്ചു. നീ ചിരിക്കേണ്ട ദിവ്യേ, നിനക്ക് കുറെ ബ്ലൗസിന്റെ ഹുക്ക് പിടിപ്പിക്കാൻ വേണേ, ഞാൻ തരാം. ആ ബാലന്റെ പേരാണ്, ആ എന്താ പറയുന്നത്, മഹാഭിക്ഷൻ കുട്ടിയായി ജനിച്ചപ്പം ആ കുട്ടിയുടെ പേരാണ് ശന്തനു. ഓക്കെ, വീണ്ടും മഹാഭിക്ഷൻ കുട്ടിയായി ജനിച്ചപ്പം വന്ന ആ കുട്ടിയുടെ പേരാണ് ശന്തനു. നല്ല സത്യധർമ്മ നിരതനായിരിക്കുന്ന ഒരു രാജാവാണ്. പ്രദീപൻ സൂര്യവന്ദനം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഗംഗയിൽ നിന്നും ഒരു അതിസുന്ദരിയായ ഒരു യുവതി പൊങ്ങി വന്നിട്ട് രാജാവിന്റെ തുടയിൽ കയറി അങ്ങിരുന്നു. പ്രദീപൻ ഇങ്ങനെ സൂര്യവന്ദനം ചെയ്യാണ്. പെട്ടെന്ന് അതിസുന്ദരിയായ ഒരു യുവതി ഗംഗയിൽ നിന്നിങ്ങനെ പൊങ്ങി വന്നിട്ട് രാജാവിന്റെ തുടയിൽ അങ്ങ് കയറിയിരുന്നു. എന്തിനാണ് നീ അനുവാദമില്ലാതെ എന്റെ തുടയിൽ കയറിയിരുന്നത് എന്ന് രാജാവ് ചോദിച്ചപ്പോൾ അങ്ങയിൽ തനിക്ക് കാമമുണ്ടെന്നും തന്നെ സ്വീകരിക്കണമെന്നും യുവതി അങ്ങ് ചോദിച്ചു. ഓ, താങ്ക് യു ആനി മാതാജി. രാത്രിയൊക്കെ എനിക്ക് 12:30 1 മണിക്കൊക്കെ ഫോൺ വരും. എന്തായാലും നാളെ എനിക്ക് തരണേ, നാളെ ചുരിദാർ കിട്ടണേ, ലൈനിങ് എടുത്ത് കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു തമാശ പറഞ്ഞത്, ഇത് കഴിയട്ടെ. അങ്ങനെ തങ്ങളെ സ്വീകരിക്കണമെന്ന് ആ സ്ത്രീ പറഞ്ഞു. എന്നാൽ രാജാവ് പറഞ്ഞു, ഞാൻ പരനാരിയെ സ്വീകരിക്കില്ല. ന്യൂസ് വായിച്ച പോലെ പോയി. പരനാരിയെ, അതായത് പരനാരിന്നായിപ്പോയി. നാരായണ നാരി എന്ന് പറഞ്ഞ സ്ത്രീ വേറെ സ്ത്രീകളെ ഒന്നും സ്വീകരിക്കില്ല. മാത്രല്ല, പോ ദിവ്യ, നീയാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്. മാത്രല്ല, നീ ഇരുന്നത് വലത്തെ തുടയിലാണ്. നാരായണനെ കൊല്ല്. കിച്ചൂട്ട എന്തോന്നല്ലേ ഈ ആളെപ്പം ഭ്രാന്തുടിപ്പിക്കാൻ. നീ ഇരുന്നത് എന്റെ വലത്തെ തുടയിലാണ്. അത് മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഉള്ള സ്ഥലമാണ്. പുത്രന്റെ പുത്രവാജ്ഞയോടെ നിൽക്കുന്ന നിനക്ക് ഒരു നല്ല മകനുണ്ടാകും. അപ്പൊ നീ എന്റെ പുത്രന്റെ വധുവായിക്കോ, എന്റെ മകന്റെ ഭാര്യയായിക്കോ, നീ എന്റെ ഭാര്യ ആവണ്ടെന്ന് പറഞ്ഞു. അവള് പോയി കഴിഞ്ഞപ്പോ രാജാവ് അവളെ പറ്റി ആലോചിച്ചുകൊണ്ട് കൊട്ടാരത്തിലെത്തി. കാലക്രമത്തില് അത് സാരല്ലേ രവി പ്രഭു, എന്തുട്ട് നമ്മളൊക്കെ സാധാരണക്കാര്, നമ്മളെന്താ വലിയ സംഭവമായ ആൾക്കാരെ കാണണം, നമ്മളൊക്കെ വെറും സാധാരണക്കാർ, ആഷ് പുഷ് ആൾക്കാർ അല്ലേ, അതൊക്കെ ഉണ്ടാവും. നമ്മളാരും വലിയ സംഭവ ബഹുലമായ ആൾക്കാരൊന്നുമല്ല, സാധാരണ ജനങ്ങൾ, അതൊക്കെ ഉണ്ടാവും. അങ്ങനെ കാലക്രമത്തില് രാജാവിന് ഒരു മകനുണ്ടായി. പിന്നല്ലാതെ സതിമാതാജി, ഒരു തെറ്റൊക്കെ നമുക്ക് പറ്റും, ഇതിപ്പോ എത്ര തെറ്റായി, അതും നമ്മളങ്ങ് സഹിക്കും. കാലക്രമത്തിൽ രാജാവിന് ഒരു മകനുണ്ടായി. അവന് താരുണ്യമായപ്പോൾ വാനപ്രസ്ഥനാകുന്നതിന് മുൻപ് രാജാവ് മകനോട് പണ്ടുണ്ടായ ഒരു വിചിത്ര സംഭവം പറഞ്ഞു. കിച്ചൂട്ടൻ പറയാ, ശരി, നീ തെറ്റിച്ചതിനിപ്പോ എന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഞാൻ എന്തോ ഇത് കൂടുതൽ കളിച്ചാലേ മാല ഞാൻ എടുത്ത് താഴേക്കിടും, വിളക്കൊക്കെ ഞാൻ തട്ടി താഴെ ഇടും, പറഞ്ഞേക്കാം, അടങ്ങി ഒതുങ്ങി മിണ്ടാണ്ടിന്ന് ക്ലാസ് എടുത്തോ. അതായിരിക്കും കിച്ചൂട്ടന്റെ കമന്റ്, ബാക്ക്ഗ്രൗണ്ട് വോയിസ്. അപ്പം മകൻ വളർന്ന് വലുതായി യൗവനസ്ഥനൊക്കെ ആയപ്പം മകന് കല്യാണം കഴിച്ചതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ വാനപ്രസ്ഥം എടുക്കാൻ. അപ്പൊ രാജാവ് പറഞ്ഞു, ആ മനോജ്ഞാങ്കി നിന്നെ സമീപിക്കുകയാണെങ്കിൽ അവളെ സധൈര്യം നീ പോയി കല്യാണം കഴിച്ചു. അവൾ ആരെന്നും എന്തെന്നും ഒന്നും നീ ചോദിക്കേണ്ട.
നിനക്ക് നന്മയുണ്ടാവട്ടെ. രാജാവ് മകനെ രാജ്യഭരണം എല്ലാം ഏൽപ്പിച്ചു. കാട്ടിൽ പോയി. അദ്ദേഹം ഉഗ്ര തപസ്സിലൂടെ ജഗദംബയെ സന്തോഷപ്പെടുത്തി സ്വന്തം തേജസ് കൊണ്ട് തന്നെ സൗർവാഭനായിട്ട് ധർമ്മത്തിൽ നല്ല തൽപരനായിരിക്കുന്ന ശന്തനു പ്രജകളെ വേണ്ടതുപോലെ പരിപാലിച്ച് രാജ്യം ഭരിച്ചിങ്ങനെ വരികയാണ്. ഇനി നമ്മുടെ അടുത്ത അധ്യായം ശ്രീമദ് ദേവി ഭാഗവതം വസൂത്പത്തി. അതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞുതരാം. നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഗണേശേട്ടനെ ഒരു ദിവസം വന്ന് എന്നോട് പറയാണ്, അമ്പിളിയെ വേഗം വാ, അന്ന് ഞാൻ കോഴിക്കോടുണ്ട്, രാവിലെ ഷോപ്പ് പോവും. ഞാൻ എന്തേ? അല്ല ആകെ പ്രശ്നമായിട്ടുണ്ട്. എന്താണ്? ഒരു ചങ്ങായി ഇവിടെ വന്ന് ഭയങ്കര കച്ചറയിടും. എന്തേ? ഷർട്ട് അടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് സ്ലാങ് അങ്ങനെയാണ്. ഒരു ഷർട്ട് അടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതാണെങ്കിൽ എയറോപ്ലെയിൻ്റെ ചിത്രമുള്ള ഷർട്ടും, ഇതിപ്പോൾ എയറോപ്ലെയിൻ്റെ ചിത്രം മേലോട്ട് വന്നതിന് ഓൻ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നതോ, അത് താഴേക്കാണ് അതിൻ്റെ ഫോട്ടോ വരേണ്ടതെന്നും പറഞ്ഞിട്ട് എന്താ ഇപ്പം ചെയ്യുക, ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഗണേശേട്ടൻ വിഷമിക്കാതിരിക്കും, ഞാനിപ്പം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എന്തായാലും തീരുമാനമായി എന്നാലോചിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എയറോപ്ലെയിൻ താഴേക്ക് പോവില്ല, മേലോട്ടാണ് പറക്കുക. അത് കുറച്ച് ലോജിക്കലി വേണ്ടേ നമ്മൾ തുണിയിടാൻ. ലോജിക്കലി അല്ലാതെ നമ്മൾ തുണിയിട്ടാൽ ശരിയാവും. അപ്പോൾ എയറോപ്ലെയിൻ മേലോട്ട് പോണ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടാണ് ടൈലർ തയ്ച്ചത്. താഴേക്ക് ഇട്ട് കഴിഞ്ഞൊരു ഭംഗി ഉണ്ടാവില്ല. എയറോപ്ലെയിൻ കുത്തനെ താഴേക്ക് തലയും കുത്തി വീഴുന്ന പോലെ ഇരിക്കും. അത് മേലോട്ട് പോകണം. അപ്പം നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലല്ലേ തയ്ക്കേണ്ടത്. കുറച്ചു നേരം അയാൾ ആലോചിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയെന്നാ പിന്നെ മൂപ്പർക്ക് എന്നോട് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞല്ല, അതിന് ആൾക്കറിയില്ല ഞാൻ എന്തിനാ അങ്ങനെ തയ്ക്കാൻ പറഞ്ഞേ. അത് ശരി, എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഷർട്ട് അടിച്ച കാശ് മേടിച്ച് ഞാൻ മറ്റേ ഡ്രോയിലിട്ടിട്ട് ഞാൻ പറഞ്ഞു, പൊന്ന് ഗണേശേട്ടാ, തയ്ക്കാൻ തരുന്ന സമയത്ത് അതിൻ്റെ ഇതൊന്ന് നോക്കിക്കോ പടം, അല്ലെങ്കിൽ ആകെ പെട്ടുപോകും നമ്മൾ എന്ന് പറഞ്ഞു. അങ്ങനെ ആഹാ, എൻ്റെ സ്വപ്ന ദർശനം കിട്ടാൻ ഞാൻ ആര്, മാതാ അമൃതാനന്ദമയ്യോ. അങ്ങനെ ആ പണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. എൻ്റെ പൊന്നോ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ. ടൈലറിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഭയങ്കര. കിട്ടുമ്പോൾ നല്ല സന്തോഷമാണ്. തയ്ക്കാൻ കിട്ടി എന്നും വിളിച്ചേക്കും, വല്ലതും ഉണ്ടോ തയ്ക്കാൻ, വല്ലതും ഉണ്ടോ, എന്താണ് അവസ്ഥ. എന്നാൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ടെൻഷനാണ്. ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ. കടയിലുണ്ടെങ്കിൽ ക്യാഷ് കൗണ്ടറിന് ഞാൻ താഴേക്ക് നോക്കും, ഫസ്റ്റ് ഫ്ലോറിലെ കട. കാരണം എങ്ങാനും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഏതെങ്കിലും കസ്റ്റമർ നടന്നു വരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ടൈലർ റൂമിൽ നിന്ന് പുറത്തിറങ്ങൂല. കസ്റ്റമർ വന്നിട്ട് നല്ല ബ്ലൗസായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ചുരിദാറൊക്കെ നല്ലതായിരുന്നു, കുറച്ചും കൂടെ തയ്ക്കാണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പുറത്തേക്ക്, ചേച്ചി ചേച്ചി എന്താ വിശേഷം, കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കും. എന്നിട്ട് അവിടുത്തെ ടൈലർമാർ ചിരിച്ച് പടി ഓടി ആത്തേറും കസ്റ്റമർ വരുന്നത് കണ്ടാലെന്നാ പറയാം. അവിടുത്തെ ചേച്ചി പറയും, ഓടി ആത്തേറും കസ്റ്റമർ വരുന്ന കണ്ട. കസ്റ്റമർ അങ്ങോട്ടേക്ക് നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓളെ പിടിച്ചാൽ കിട്ടൂലെന്ന്. എന്തൊരു ടെൻഷനാണെന്നറിയോ, ഭയങ്കര പ്രശ്നമാണേ. നൂലിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്നും അറിയാൻ മതി, വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അതേപോലെയാണ് ഡ്രൈ വാഷും. നമുക്ക് ഡ്രൈ വാഷും ഉണ്ടല്ലോ, ചില കറിയൊന്നും പോവുകയില്ല, അതിൻ്റെ കിടന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ, പൊതുജനം പലവിധം. ഇനി നമുക്ക് ശ്രീമദ് ദേവി ഭാഗവതത്തില് വസൂത്പത്തിയെ കുറിച്ച് പഠിക്കാം. ഓക്കെ. പ്രദീഭേദദിവം യാഥേ ശന്തനു സത്യവിക്രമ ബഭുവാ മൃഗായാശീലോ നഗ്നൻ വ്യാഘ്രൻ മൃഗാൻ നൃപ സകദാചിത്തനേ ഘോരേ ഗംഗാതീരേ ചരൺ നൃപ ദദർശാ മൃഗശാംഭാക്ഷീം സുന്ദരീം ചാരുഭൂഷണാം. അടുത്തത്, പ്രദീപൻ മരിച്ചതിന് ശേഷം ശന്തനു രാജാവായി അല്ലെ. മൃഗയാ വിനോദത്തിൽ, അതായത് മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ വേട്ടയാടി പിടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ആർക്ക്, നമ്മുടെ ശന്തനു മഹാരാജാവിന്. അങ്ങനെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു ദിവസം അദ്ദേഹം സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടുമുട്ടുന്നത്. ലക്ഷ്മി ദേവിക്ക് തുല്യായിരിക്കുന്ന ഇവൾ അച്ഛൻ പറഞ്ഞ ആള് തന്നെയാണെന്ന് അങ്ങോട്ടേക്ക് ആര് നിശ്ചയിച്ചു, നമ്മുടെ ശന്തനു മഹാരാജാവ് നിശ്ചയിച്ചു.
ഇദ്ദേഹം മഹാഭിക്ഷൻ തന്നെയാണെന്ന് അവൾക്കും തോന്നി. വിഷ്ണു എവിടെയാ? ക്ലോക്ക് റൂമിലാണോ ഗുരുവായൂര്? ഹാപ്പി അല്ലേ? അങ്ങനെ ലക്ഷ്മി ദേവിക്ക് തുല്യായ അവൾ അച്ഛൻ പറഞ്ഞ ആളെന്നെയാണെന്ന് രാജാവ് അങ്ങ് ഉറപ്പിച്ചു. ഇദ്ദേഹം മഹാഭിക്ഷൻ തന്നെയാണെന്ന് അവൾക്കും തോന്നി. ആർക്ക്? ഗംഗാദേവിക്ക്. രണ്ടാൾക്കും പരസ്പരം കണ്ടപ്പം തന്നെ പ്രേമം വന്നു. നീ ഒരു ദേവതയോ അപ്സരസോ മനുഷ്യ സ്ത്രീയോ, അല്ലെങ്കിൽ നീ നാഗകന്യകയാണോ? ആരെങ്കിലും നീ ആണെങ്കിലും അല്ലെങ്കിലും നീ തന്നെയാണ് എൻ്റെ ഭാര്യ. നീ എൻ്റെ പട്ടമഹിഷിയാവണം. ആര് പറഞ്ഞു? ശന്തനു മഹാരാജാവ് പറഞ്ഞു. അവൾ ഗംഗയാണെന്നുള്ള കാര്യം രാജാവിന് അറിയില്ല. ഓക്കെ മോനെ. എന്നാൽ ഗംഗയ്ക്ക് രാജാവിന്റെ പൂർവ്വ കഥകൾ അറിയാം. വിഷ്ണു, നിന്റെ കൂടെയുള്ള എല്ലാ ചേച്ചിമാരോടും എന്റെയും ഗുരുവായൂർ മഞ്ജരീസിന്റെയും സ്നേഹാന്വേഷണം അറിയിക്കും. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും ഗുരുവായൂരപ്പൻ മാറ്റിക്കൊടുക്കട്ടെ. അവരുടെ കഷ്ടതകളെല്ലാം കിച്ചൂട്ടൻ അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഗുരുവായൂരപ്പൻ മാറ്റിക്കൊടുക്കട്ടെ എന്ന് മാതാജി പ്രാർത്ഥിക്കുന്നു എന്ന് പറയണം കേട്ടോ. ശന്തനു മഹാരാജാവിന് അറിയില്ല ഇത് സാക്ഷാൽ ഗംഗയാണെന്നുള്ള കാര്യം. അങ്ങേപോലെ രാജാവിനെ ഏതൊരു യുവതിയാണ് ആഗ്രഹിക്കാത്തത്? നമ്മുടെ ഗംഗാദേവി പറയാണ്, അങ്ങേപോലെയുള്ള ഒരു രാജാവിനെ ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത്? അങ്ങ് പ്രദീപ രാജാവിന്റെ മകനാണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ഒരുത്തനെ കല്യാണം കഴിക്കണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഞാൻ തെറ്റോ ശരിയോ എന്ത് ചെയ്താലും അതെന്റെ ഭർത്താവ് ചോദ്യം ചെയ്യാൻ പാടില്ല. കൊള്ളാലോ. എന്നോട് ഇഷ്ടക്കേടായി സംസാരിക്കാൻ പാടില്ല. അതെ, വിഷ്ണു ഗുരുവായൂരാണ്. എന്റെ വാക്കിന് വിപരീതമായി എന്ന് അങ്ങ് പെരുമാറുന്നോ അന്ന് ഞാൻ അങ്ങയെ ഉപേക്ഷിക്കും. സമ്മതമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വസുക്കൾക്ക് തന്നിലൂടെ മനുഷ്യജന്മം ഉണ്ടാകണം എന്നുള്ള ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഗംഗാദേവി ഈ ഒരു ഡിമാൻഡ് എല്ലാം വെച്ചത്. രാജാവിന് പ്രേമം തോന്നിയതുകൊണ്ട് രാജാവ് നിബന്ധനകൾ അംഗീകരിച്ചു. ഓക്കെ പറഞ്ഞു. അന്തഃപുരത്തില് ക്രീഡാലോലുപരായി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവരങ്ങ് ജീവിച്ചു. ഇന്ദ്രനും ശചിയും പോലെ ഉത്തമരായ ദമ്പതികളായി സന്തോഷത്തോടുകൂടി അവരങ്ങ് ജീവിക്കുകയാണ്. വിഷ്ണുവും രമയെന്നും പോലെ കഴിഞ്ഞ അവർക്ക്, രാധയെയും കൃഷ്ണനെയും പോലെ രുക്മിണിയെയും പോലെയൊക്കെ കഴിഞ്ഞ അവർക്ക് ആദ്യമായിട്ടൊരു മകൻ ജനിച്ചു. ഗംഗ ഉടനെ തന്നെ ആ കുട്ടിയെ കൊണ്ടുപോയി ഗംഗയിൽ എറിഞ്ഞു, ആ ശിശുവിനെ. രാജാവ് എതിർപ്പൊന്നും പറഞ്ഞില്ല. കാരണം അവരെന്ത് ചെയ്താലും ചോദിക്കരുതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിബന്ധനകളൊക്കെ പാലിക്കണമല്ലോ. ഈ വസുക്കള് പറഞ്ഞല്ലോ ഞങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോയി വെള്ളത്തിൽ എറിയണമെന്നാണ്. അങ്ങനെ 7 മക്കളെ അമ്മ തന്നെ വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊന്നു. എനിക്ക് വംശം നിലനിർത്താൻ കഴിയാതെ വരുമോ, ഇവളെ തടുത്തു കഴിഞ്ഞാൽ ഇവൾ ഇവിടം വിട്ട് പോവല്ലോ എന്നൊക്കെ രാജാവ് ആലോചിച്ചു. തടുത്തില്ലെങ്കിൽ രാജവംശം തന്നെ നിലനിൽക്കാതെ പോവും. ഇങ്ങനെയുള്ള ചിന്തയിൽ രാജാവ് 8ാമത്തെ ഗർഭമെടുത്തപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് തന്നെ ഉറപ്പിച്ചു. വസിഷ്ഠ മുനിയുടെ പശുവിനെ മോഷ്ടിച്ച ധോവിയാണ് 8ാമത്തെ വസു. ധോവി കുറച്ചും കൂടെ കാലം ഭൂമിയിൽ ജീവിക്കട്ടെ എന്ന് വസിഷ്ഠൻ പറഞ്ഞിരുന്നല്ലോ ആദ്യമേ. അപ്പം ബർസാനിന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ വന്നു, ശ്രീമതി രാധാറാണിയുടെ. അങ്ങനെ 8ാമത്തെ മകനാണ് ആര്? ദ്യോവ്. ജനിച്ച കുട്ടിയെ രക്ഷിക്കാൻ രാജാവ് രാജ്ഞിയുടെ കാല് പിടിച്ചങ്ങ് അപേക്ഷിച്ചു. ഞാൻ നിന്റെ ദാസനാകാം, എനിക്ക് നീ കുഞ്ഞിനെ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ എന്തും തരാം, എനിക്ക് ഈ വംശം നിലനിർത്താൻ ആഗ്രഹമുണ്ട്. ആൺകുട്ടികളില്ലാത്ത ഞാൻ എങ്ങനെ സ്വർഗത്തിലെത്തും? ഇതെല്ലാം കേട്ടിട്ടും കുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ തുനിഞ്ഞ നമ്മുടെ രാജ്ഞിയെ രാജാവ് അങ്ങ് ശരിക്കും അങ്ങോട്ട് ഷൗട്ട് ചെയ്തു. മഹാപാപി, നീ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയോ? നീ ഒരു അമ്മയല്ലേ മഹാപാപി? നിനക്ക് നരകത്തെക്കുറിച്ചൊന്നും ഒരു പേടിയില്ലേ? നീ ആരുടെ മകളാണ്? നീ എവിടെ വേണമെങ്കിലും പോവോ, ഇവിടെ നിൽക്കോ, എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, കുഞ്ഞിവിടെ നിൽക്കട്ടെ. കുലം മുടിക്കുന്നവളായ നിന്നെ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുണ്ട്? എനിക്ക് ഈ മകനെ വേണം. ഞാൻ കാട്ടിൽ കൊണ്ടുപോയി ഇവനെ വളർത്തിക്കോളാം. എനിക്ക് പോകാനുള്ള സമയമായി. ഉടനെ ഗംഗ പറഞ്ഞു, അങ്ങയുടെ ശബ്ദം തെറ്റിയിരിക്കുന്നു. ഞാൻ ഗംഗാദേവിയാണ്. വസിഷ്ഠന്റെ ശാപത്താൽ മനുഷ്യയോനിയിൽ പിറക്കാൻ വിധിക്കപ്പെട്ട വസുക്കളാണ് നമ്മുടെ പുത്രന്മാർ. ദേവകാര്യ സിദ്ധിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. വസുക്കളിൽ 7 പേരും ശാപമുക്തി നേടി. ഇവൻ 8ാമനാണ്.
കുറച്ചു കാലം കൂടി കഴിഞ്ഞാലേ ഇവന് ശാപമുക്തി ലഭിക്കൂ. ഗംഗേയനായ ഇവൻ വസുവാണെന്നുള്ളത് മറക്കാതെ സുഖമായി വാഴുക. എന്തായാലും ശന്തനു രാജൻ അങ്ങേക്ക് ഈ ഗംഗാദത്തനെ ഞാൻ തരാം, ഗംഗയുടെ മകനെ ഞാൻ തരാന്ന് പറഞ്ഞു. ഞാൻ ഇവനെ യൗവനം വരെ വളർത്തി വലുതാക്കിയിട്ട് അങ്ങയെ ഏൽപ്പിക്കാം. അപ്പോൾ അങ്ങെന്നെ ആദ്യം കണ്ടുമുട്ടിയിടത്തേക്ക് വരിക, ഞാൻ ഇവനെ തരാം. ഇങ്ങനെ പറഞ്ഞ് ഗംഗ കുട്ടിയെ എടുത്തോണ്ട് പോയി. ദുഃഖിതനായ ശന്തനു കൊട്ടാരത്തിൽ രാജ്യഭാരവും നിർവഹിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു. കാലം കുറേ കഴിഞ്ഞപ്പം നായാട്ടിനിറങ്ങിയ രാജാവ് കാട്ടുപോത്ത്, പന്നി ഇതിനെല്ലാം കൊന്ന് ഗംഗാ നദിക്കരയിലെത്തി. ആൺകുട്ടിയില്ലേ സ്വർഗത്തിൽ പോയില്ല. പിതൃബലി കിട്ടിയാലല്ലേ നമുക്ക് സ്വർഗം ലഭിക്കും. പിതൃബലി കിട്ടിയില്ലേ സ്വർഗം ലഭിക്കും. നമുക്ക് ആൺകുട്ടികളുണ്ടെങ്കിലല്ലേ നമുക്ക് പിതൃബലി കിട്ടും. ഗംഗയിൽ ജലം വളരെ കുറവാണെന്ന് കണ്ടപ്പം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. നദിക്കരയിൽ കോമളനായ ഒരു യുവാവ് അതിവിദഗ്ധമായി അമ്പെയ്ത് ശരനിരകളിൽ തീർത്ത് വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നോക്കുമ്പം അവന് രാജാവിന് തിരിച്ചറിയാനായില്ല. രാജാവിന് മനസ്സിലായില്ല അവൻ ആരാണെന്ന്. നിന്റെ അച്ഛൻ ആരാണ്? ആ യുവാവിനോട് ശന്തനു രാജാവ് ചോദിച്ചു. ശരജാലം തീർത്തുകൊണ്ടിരിക്കുന്ന അവൻ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അവൻ അവിടം വിട്ടു പോയി. രാജാവ് ആകെ ചിന്തിച്ചുകൊണ്ടിരുന്നു, ആരായിരിക്കും ഇവൻ? എന്റെ മകനായിരിക്കൂ? രാജാവ് ഗംഗയെ സ്തുതിച്ചു വാഴ്ത്തി പ്രീതിപ്പെടുത്തി. ഉടനെ ഗംഗ രാജാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആരാണ് ആ കോമളനായ യുവാവ് എന്ന് ചോദിച്ചു. അപ്പൊ ഗംഗാദേവി പറഞ്ഞു, അവൻ 8ാമത്തെ വസുവായ നമ്മുടെ മകനാണ്. ഞാൻ അവനെ എല്ലാം പഠിപ്പിച്ച് മിടുക്കനാക്കിയിട്ടുണ്ട്. ഗംഗേയൻ കഠിനവ്രതനുമാണ്. അവൻ അങ്ങയുടെ കുലത്തിന് കീർത്തി വരുത്തും. ധനുർവേദവും വേദശാസ്ത്രവും അവൻ അറിയാം. ഞാൻ പോറ്റി വളർത്തിയ അവനെ അങ്ങ് കൊണ്ടുപോയിക്കൊള്ളൂ. വസിഷ്ഠന്റെ ആശ്രമത്തിൽ പഠിച്ച അവൻ സകല ശാസ്ത്രങ്ങളിലും നിപുണനാണ്. ജമത്തനി മുനി യാത്രയുടെ അറിവുള്ളവനാണ് നമ്മുടെ മകൻ. ഇങ്ങനെ പറഞ്ഞ് മകനെ ഗംഗാദേവി നേരെ രാജാവിന് കൊടുത്തു. അമ്മ സ്ക്രീൻഷോട്ട് മഞ്ജരീസിൽ പോട சொல்லுங்க. പുത്രനെ നൽകിയിട്ട് ഗംഗാദേവി പോയി. രാജാവ് മകനെ കെട്ടിപ്പിടിച്ചു. അവന്റെ മൂർധാവിൽ ഉമ്മ വെച്ചു. അവനെ തേരിൽ കയറ്റി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഹസ്തിനപുരത്തിൽ രാജാവിന്റെ മകന്റെ വരവ് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചു. ഗംഗാദത്തനെ യുവരാജാവാക്കാൻ ദൈവജ്ഞരെയൊക്കെ വിളിച്ചു വരുത്തി നല്ലൊരു മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചു. പെൺകുട്ടികളുള്ളവർ സ്വർഗത്ത് പോകില്ലേ? ഈ ചോദ്യത്തിന് ഞാൻ എന്ത് പറയും? എനിക്ക് ആരെയും വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല. സ്വർഗത്തിൽ പോകാൻ ആൺകുട്ടികൾ മാത്രം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. ആൺകുട്ടികൾ ഉണ്ടായാൽ നമുക്ക് പിതൃബലികളെല്ലാം കൈയേറ്റും സ്വർഗത്തിൽ പോകാം. പൊതുവേ ആൺകുട്ടികൾ ഉണ്ടാവണം സ്വർഗത്തിൽ പോകാൻ. നമ്മൾ മുൻ കഥകളിലൊക്കെ പഠിച്ചിട്ടില്ലേ, ആൺകുട്ടികളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തൂങ്ങിക്കിടന്നത് പിതൃക്കള്. മറ്റൊരു ആൺകുട്ടി ജനിച്ചിട്ട് പിതൃബലി ചെയ്തപ്പോഴാണ് അവർക്കൊക്കെ മോക്ഷം കിട്ടിയത്. കുഴപ്പമില്ല, ഒരാൺകുട്ടിക്ക് ജന്മം കൊടുക്കാൻ നോക്ക്. ഒരാൺകുട്ടി വരട്ടെ, പ്രായമൊന്നും നോക്കണ്ട. ഗംഗാദത്തനെ യുവരാജാവാക്കാൻ ഇന്ന് കഴിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. ഇന്നലെ എനിക്ക് രാത്രി വർക്ക് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് രാവിലെ എത്തി. രാവിലെയും 5:30 മണിയായപ്പോൾ പോയി. പിന്നെ തിരിച്ചു വന്ന് കുളിച്ച് നമ്മൾ എന്തായി ഇങ്ങനെ നിന്നു. കർമ്മഫലം കൊണ്ട് പോകുമെന്ന് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. ഇതുവരെ എടുത്ത ക്ലാസ്സുകളിലൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. നമ്മൾ പഠിച്ച മഹാഭാരതം എന്ന് പറയുന്ന മഹത് ഗ്രന്ഥത്തിലും ആ ഇതിഹാസത്തിലും പറഞ്ഞത് ആൺകുട്ടികൾ വേണമെന്നാണ്. അല്ലാതെ എനിക്കറിഞ്ഞൂടാ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് പഠിച്ച കഥയിൽ വളരെ യോഗി ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരെല്ലാവരും മോക്ഷം ലഭിക്കാതെ ഒരു മരത്തിന്റെ കീഴിൽ ഇങ്ങനെ തലകുനിച്ച് കിടന്ന ഒരു കഥ നമ്മൾ പഠിച്ചില്ലേ? എന്നിട്ടാണ് അദ്ദേഹം ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതെന്നും ഇന്ദ്രനും ബ്രഹ്മദേവനും വന്ന് അനുഗ്രഹിച്ചെന്നും ഒരാൺകുട്ടി വന്നെന്നും ഓർമ്മയുണ്ടോ? നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ബാക്കിയൊക്കെ ഈശ്വരന്റെ കയ്യിലേക്ക് കൊടുക്കും. അങ്ങനെ നല്ലൊരു മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് മോനെ രാജാവാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തരും മാതാജി. പുത്രസൗഖ്യത്താൽ ഗംഗയെ കൂടി രാജാവ് അങ്ങ് മറന്നുപോയി. മകനുമായുള്ള ആ ചിന്തയിൽ രാജാവെല്ലാം മറന്നുപോയി.
സൂതൻ പറഞ്ഞു, വസുക്കളുടെ ശാപവൃത്താന്തവും ഗംഗയുടെ ചരിതവും സർവ്വ പാപങ്ങളെയും ഇല്ലാതാക്കാൻ ഉതകുന്നവയാണ്. വ്യാസമുനിയിൽ നിന്ന് കേട്ടതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നു. ഈ ലക്ഷണയുക്തമായിരിക്കുന്ന ഭാഗവതം ദ്വൈപായനന്റെ മുഖത്തു നിന്നും ഉദ്ധീരണം ചെയ്തതാണ്. ഇത് കേൾക്കുന്നവരുടെ സകല പാപങ്ങളും ഇല്ലാതെയാകുന്നു. നമ്മുടെയൊക്കെ പാപങ്ങൾ ഇല്ലാതാവുന്നു. അടുത്തത് ശ്രീമദ് ദേവി ഭാഗവതം സത്യവതീവരണം. അതാണ് വസൂനാം സംഭവാസൂധ കഥിത ശാപകാരണാത് ഗംഗേയസ്യ തദോത്പത്തി കഥിതാലോ മഹർഷണേ മാതാ വ്യാസസ്യ ധർമ്മജ്ഞാ നാംനാ സത്യവതി സദീ കഥം ശന്തനുജ്ഞാ പ്രാപ്ത ഭാര്യ ഗന്ധവതി ശുഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിമാര് പറയാണ്, വസുക്കളുടെ ശാപകഥയും അവലിൽ ഒരാളായിട്ടുള്ള ഗംഗേന്റെ ജനനവും ഒക്കെ രോമാഞ്ചമുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് അങ്ങ് പറഞ്ഞു തന്നത്. ഋഷിമാര് പറയാണ് കേട്ടോ സൂതനോട്, വ്യാസന്റെ അമ്മയായിരിക്കുന്ന സത്യവതി ശന്തനു മഹാരാജാവിന്റെ ഭാര്യയായി വന്നത് എങ്ങനെയാണ്, അവരെങ്ങനെ വിവാഹം കഴിച്ചു എന്നൊക്കെ അങ്ങ് വിശദമായി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അപ്പൊ സൂതൻ പറഞ്ഞു, ശന്തനു രാജൻ ഗംഗയിൽ നിന്ന് തിരികെ കിട്ടിയ മകനുമായിട്ട് 4 കൊല്ലത്തോളം ശിവനും സുബ്രഹ്മണ്യനും എന്നതുപോലെ സുഖമായി ജീവിച്ചു. ശിവനും സുബ്രഹ്മണ്യനും ജീവിച്ച പോലെ 4 കൊല്ലം ശന്തനുവിന്റെ ഗംഗയിൽ നിന്ന് കിട്ടിയ മോനുമായിട്ട് ജീവിച്ചു. രാജാവ് മൃഗയാ വിനോദങ്ങളെല്ലാം അങ്ങനെ എന്തായി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരുപാട് മൃഗയാ വിനോദങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഒരിക്കലും വേട്ടയ്ക്ക് പോയ രാജാവ് പലതരം മൃഗങ്ങളെയൊക്കെ കൊന്ന് ഒടുവിൽ കാളിന്തി നദീതീരത്തിലെത്തി. അതിരമണീയമായിരിക്കുന്ന ഒരു സുഗന്ധം അദ്ദേഹത്തിന് കിട്ടി. മന്ദാരമാണോ പിച്ചിയാണോ കസ്തൂരിയാണോ കൈതയാണോ മുല്ലയാണോ എന്ന് ആലോചിച്ച് രാജാവ് ഇങ്ങനെ കാറ്റിൽ ആ മണവും പിടിച്ച് നിൽക്കുകയാണ്. അപ്പോ ഒരു അതിസുന്ദരി നദീതീരത്ത് നിൽക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടു രാജാവ്. അവളുടെ വസ്ത്രങ്ങളാണെങ്കിൽ വളരെ മുഷിഞ്ഞിരിക്കുകയാണ്. സൗന്ദര്യം കൊണ്ടങ്ങ് വഴിഞ്ഞൊഴുകാണ് അവള്. അവളുടെ ദേഹത്തെന്നാണ് ഈ സ്മെല്ല് വരുന്നതെന്ന് രാജാവിന് മനസ്സിലായി. ആരാണിവള്? നവയൗവന യുക്തിയായിരിക്കുന്ന ഇവൾ നാഗകന്യകയാണോ അതോ ഗന്ധർവകുമാരിയോ അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീയോ? ഏതായാലും അവളോട് തന്നെ ചോദിക്കാം എന്ന് രാജാവ് തീരുമാനിച്ചു. നീ ആരാണ്? ആരുടെ മകളാണ് നീ? എന്താണ് ഇവിടെ തനിച്ചു നിൽക്കുന്നത്? താങ്ക് യു കലാമാതാജി. നീ വിവാഹിതയാണോ? മനസ്സിനെ മോഷ്ടിക്കുന്നവയാണ് നിന്റെ കണ്ണുകൾ. നിന്റെ കണ്ണുകളിൽ നല്ല കാമമുണ്ട്, പ്രണയമുണ്ട്. നിന്നെ കണ്ടിട്ട് കാമദേവൻ എന്നെ എന്താണ് പിടിച്ചിരിക്കുകയാണ്. എന്താണ് നിന്റെ ആഗ്രഹം? പറയൂ, ഞാൻ നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ആ സുന്ദരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു മുക്കുവ പെണ്ണ്. കുലത്തൊഴിലായ തോണി തുഴയുന്ന കാര്യത്തിൽ അതാണ് എൻ്റെ ജോലി. എൻ്റെ അച്ഛൻ കുടിലിലേക്ക് ഇപ്പൊ പോയതേ ഉള്ളൂ. അപ്പൊ രാജാവ്, നീ എന്നെ സ്വീകരിച്ചാലും ഞാൻ കൗരവമുഖ്യനായ ശന്തനുവാണ്. നിന്റെ യൗവനം പാഴാക്കാതെ എനിക്ക് പങ്കുവെക്കുക. എനിക്ക് മറ്റൊരു ഭാര്യയില്ല. അതിനാൽ നിന്നെ ധർമ്മപത്നിയാക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു. കാമബാണത്താൽ പീഡിതനായ എന്നെ നീ ഉപേക്ഷിക്കരുത്. നിനക്ക് ഞാൻ ദാസനാണ്. എനിക്കുണ്ടായിരുന്ന ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയിട്ടും ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചില്ല. വിഭാര്യനായിരിക്കുന്ന ഞാൻ നിന്നെ കണ്ട് മനസ്സ് തളർന്നു നിൽക്കുകയാണ് പ്രണയം കൊണ്ട്. അമൃത് പോലെയുള്ള ഈ വാക്ക് കേട്ടപ്പോഴേക്കും സത്യവതിക്ക് ഭയങ്കര സന്തോഷം. എന്നാൽ അവൾ സ്വാത്വിക ഭാവത്തിൽ സധൈര്യത്തോടു കൂടി പറഞ്ഞു, അങ്ങയെപ്പോലെ ഞാനും സ്വതന്ത്രയല്ല. അങ്ങ് കാമന്റെ അധീനതയിലാണിപ്പോൾ. ഞാൻ എൻ്റെ പിതാവിന്റെ കീഴിലാണ്. അങ്ങ് എങ്ങനെയാണോ അങ്ങേക്ക് എന്നോട് പ്രണയം തോന്നിയത് അതുപോലെ എനിക്കും അങ്ങയോട് പ്രണയമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തോടാണ്, അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ കീഴിലാണ് ഞാൻ ജീവിക്കുന്നത്. അദ്ദേഹത്തോടാണ് എനിക്ക് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു. മുക്കുവ പെണ്ണാണെങ്കിലും ഞാൻ ഇഷ്ടം പോലെ നടക്കുന്നവളല്ല. അച്ഛൻ അനുവദിച്ചാൽ അങ്ങേക്ക് എന്നെ കല്യാണം കഴിക്കാം. കാമൻ നവ്വനയുക്തനായിരിക്കുന്ന എന്നെ പീഡിപ്പിക്കുന്നത് പോലെ അങ്ങയെയും വലയ്ക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കും അങ്ങയോട് ഒരുപാട് പ്രണയമുണ്ട്. എങ്കിലും കുലം ആചാരം എല്ലാം ഓർത്ത് കുറച്ച് ക്ഷമ കാണിക്കൂ.
എന്ന് പറഞ്ഞു നമ്മുടെ സത്യവതി. ഈ വാക്ക് കേട്ടപ്പം രാജാവ് നേരെ മുക്കുവ രാജാവിന്റെ വീട്ടിലേക്ക് ചെന്നു. മുക്കുവൻ രാജാവിനെ വണങ്ങി അത്ഭുതത്തോടെ രാജാവിന്റെ വിവരം ചോദിച്ചു. എന്താണ് അങ്ങ് ഇങ്ങോട്ട് വന്നത്? മേഘ മനു മാതാജിയുടെ മകന് എന്റെയും ഗുരുവായൂർ മഞ്ജരീസിന്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹരേ കൃഷ്ണ. അങ്ങയുടെ കൊച്ചുമകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരുമെങ്കിൽ ഞാൻ അവളെ ധർമ്മപത്നിയായി വാഴിക്കാം എന്ന് തുറന്നു പറഞ്ഞു രാജാവ് ശന്തനു. അങ്ങയെപ്പോലെ ഒരു രാജാവ് വന്നു ചോദിച്ചാൽ എന്റെ കന്യകാരത്നമായ മകളെ തരിക എന്നതിൽ ആലോചിക്കാൻ പോലുമില്ല. അങ്ങയുടെ കാലശേഷം ഇവളുടെ പുത്രനെ രാജാവാക്കണം എന്നതാണ് എന്റെ ആഗ്രഹം. അങ്ങയ്ക്ക് മറ്റൊരു പുത്രന് ഒരു അവകാശവും ഉണ്ടാവരുത്. ഗംഗേനെ പറ്റി രാജാവാകെ വിഷമിക്കാൻ തുടങ്ങി. ഗംഗാദേവിയുടെ മകനെ എങ്ങനെ രാജാവാക്കാതിരിക്കും ശന്തനു? അഷ്ടവസുക്കളിൽ 8ാമത്തെ മകനെ രാജാവാക്കാനല്ലേ ശന്തനു തീരുമാനിച്ചത്. ഗംഗേനെ പറ്റി രാജാവ് ആലോചിച്ച് വളരെയധികം വിഷമിക്കാൻ തുടങ്ങി. ഒന്നും പറയാതെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. കുളിയോ ഊണോ ഉറക്കോ ഇല്ലാതെ രാജാവ് വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോ അച്ഛന്റെ ഈ ഒരു അവസ്ഥ കണ്ട് ദേവവ്രതൻ കാരണം എന്താണെന്ന് ചോദിച്ചു. നരന്മാരിൽ സിംഹമായ അങ്ങേക്ക് എന്ത് പറ്റി? അതിന് കാരണം ശത്രുക്കളാണെങ്കിൽ അതാരായാലും ഞാൻ ഇന്ന് ആ ശത്രുക്കളെ തീർത്തു കളയുവച്ച. അച്ഛന്റെ ദുഃഖം തീർക്കാൻ കഴിയാത്ത പുത്രനെ കൊണ്ട് എന്താണ് അച്ഛാ പ്രയോജനം? മുജ്ജന്മത്തിലെ കടം വീട്ടാനാണ് മകൻ ഉണ്ടാക്കുന്നത്, പുത്രൻ ജനിക്കുന്നത് എന്നുള്ള കാര്യം നിശ്ചയമാണ്. നമ്മുടെ മുജ്ജന്മത്തിലെ കടമെല്ലാം തീർക്കാനാണ് നമുക്ക് ആൺകുട്ടികൾ ഉണ്ടാവുന്നത്. ജയന്തി മാതാജിയുടെയും ജയന്തി മാതാജിയുടെ മോന്റെ ബർത്ത്ഡേ അല്ല അല്ലെ, മകന് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞോണ്ട് ഞാൻ ക്ഷമിക്കണം. അങ്ങനെ മുജ്ജന്മത്തിലെ കടം വീട്ടാനാണ് ആൺകുട്ടികൾ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നിശ്ചയമാണ്. ദശരഥന്റെ മകനായിരിക്കുന്ന രാമൻ അച്ഛന്റെ വാക്ക് കേട്ട് സീതാലക്ഷ്മണ സമേതം കാട്ടിൽ പോയി താമസിച്ചില്ലേ? ഹരിശ്ചന്ദ്രന്റെ മകൻ രോഹിതൻ പിതാവ് അവനെ വിറ്റതിൽ വിപ്രഗൃഹത്തിൽ ദാസനായി കഴിയേണ്ടി വന്നില്ലേ? പിന്നെ ശൂനശേഫന്റെ കഥയും പ്രസിദ്ധമല്ലേ? അജീകർത്തൻ തന്റെ മകനായ ശൂനശേഫനെ ബലിമൃഗമായി വിറ്റതാണ്. വിശ്വാമിത്രനാണ് അവനെ രക്ഷപ്പെടുത്തിയത്. ജമഗ്നിയുടെ മകനായിരിക്കുന്ന പരശുരാമൻ തന്റെ അമ്മയുടെ കഴുത്തറത്ത് പിതാവിന്റെ ആജ്ഞ ശിരസാ വഹിക്കാനാണ് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളാണെങ്കിലും ഗുരുവിന്റെയും പിതാവിന്റെയും ആജ്ഞ പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അച്ഛന്റെയും ഗുരുവിന്റെയും വാക്ക് നമ്മൾ തെറ്റിക്കരുത്. ഈ ദേഹം അങ്ങയുടേതാണ്. ഇതൊക്കെ ഗംഗയുടെ മകൻ പറയാണ് കേട്ടോ ശന്തനുവിനോട്. അതുകൊണ്ട് അങ്ങയുടെ വിഷമത്തിന് എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങ് പറയും. അങ്ങേക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പരിഹരിക്കാം, വിഷമിക്കരുത്, എന്താണെങ്കിലും പറയും. പിതാവിന്റെ ദുഃഖം അകറ്റാൻ കഴിയാത്ത ഒരു പുത്രൻ ഉണ്ടായിട്ട് കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞ ദേവവ്രതനോട് ലജ്ജയോടെ രാജാവ് പറഞ്ഞു, നീ വീരനും ശൂരനുമാണ്, പോരിൽ നിന്നും പിന്മാറാത്തവനാണ്. എന്നാൽ നീ മാത്രമല്ല എനിക്ക് മകനായിട്ടുള്ളത്. നിനക്കെന്തെങ്കിലും പറ്റിയാൽ ഞാനൊരു ആശ്രയമില്ലാത്ത ഒരാളായി മാറും. ഇതാണ് എൻ്റെ ആകുലതയുടെ കാരണം. അപ്പോൾ ദേവവ്രതൻ മന്ത്രിമാരോട് പറഞ്ഞു, അച്ഛൻ കാര്യം തെളിച്ചു പറയുന്നില്ല. എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ അറിഞ്ഞു വന്നിട്ട് എന്നോട് പറയൂ. സത്യവതിയിലുള്ള രാജാവിന്റെ മോഹം അവർ അറിഞ്ഞപ്പം അത് ദേവവ്രതനോട് പോയി പറഞ്ഞു. സമയം കളയാതെ അദ്ദേഹം മുക്കുവ രാജാവിന്റെ കുടിലിൽ ചെന്ന് അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു, എന്റെ അച്ഛനു വേണ്ടി ഞാൻ അങ്ങയുടെ മകളെ ചോദിക്കുന്നു. അവർ എന്റെ അമ്മയായി കൊട്ടാരത്തിൽ വാഴട്ടെ. ഞാൻ അവരുടെ വാക്ക് കേട്ട് ജീവിച്ചോളാം. അപ്പോൾ ദാശരാജാവ് പറഞ്ഞു, അങ്ങ് ഇവളെ ഭാര്യയാക്കുക. അത് കുടുംബത്തിന് ചേർന്നതല്ല, അതായിരിക്കും കൂടുതൽ ചേർച്ച എന്ന് പറഞ്ഞു. ദാശരാജാവ് പറയാണ്, അങ്ങ് ഇവളെ ഭാര്യയാക്കുക, അതാണ് കൂടുതൽ ചേർച്ച. അങ്ങനെയാണെങ്കിൽ ഇവളുടെ മകൻ രാജാവാകണം എന്ന നിബന്ധന ഞാൻ വെക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവർ എനിക്ക് അമ്മയായിരിക്കും, ഇവരുടെ പുത്രനായിരിക്കും അടുത്ത രാജാവ് എന്ന് ദേവവ്രതൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ദാശരാജാവ് സംശയം പ്രകടിപ്പിച്ചു, അങ്ങ് ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നു, എന്നാൽ അങ്ങേക്ക് പുത്രനുണ്ടായാൽ അവൻ ബലം പ്രയോഗിച്ച് രാജ്യം കീഴടക്കില്ലേ? എന്താണ് അതിനൊരു ഉറപ്പ് എന്ന് ചോദിച്ചു. പേടിക്കേണ്ട, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. ഈ വാക്കിന് മാറ്റമില്ല. ഇത് ഭീഷ്മന്റെ ശപഥമാണ്.
സന്തുഷ്ടനായ ദാശരാജാവ് സത്യവതിയെ ശന്തനുവിന് വിവാഹം കഴിച്ചു കൊടുത്തു. സത്യവതിക്ക് വ്യാസൻ എന്നൊരു മകൻ നേരത്തെ ഉണ്ടായിരുന്ന കാര്യം രാജാവിന് അറിയില്ലായിരുന്നു. അക്കാര്യം അദ്ദേഹത്തോട് ആരും പറഞ്ഞില്ല. സത്യവതിക്ക് മുൻപൊരു മകനുണ്ടായ കാര്യം ആരോടും പറഞ്ഞില്ല. ഇനി ശ്രീമദ് ദേവി ഭാഗവതം പാണ്ഡോത്പത്തി. സൂതൻ പറയാണ്, അങ്ങനെ സത്യവതിയെ ശന്തനു മഹാരാജാവ് വിവാഹം കഴിച്ച് അവർക്ക് 2 മക്കൾ ഉണ്ടായിരുന്നെങ്കിലും 2 ആളും കാലശക്തിയാൽ പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. സത്യവതിയെ ശന്തനു വിവാഹം കഴിച്ചപ്പോഴത്തേക്കും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ 2 മക്കളും മരിച്ചു. വ്യാസന്റെ മകനായിട്ട് ധൃതരാഷ്ട്രർ ജനിച്ചു. മുനിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് രാജ്ഞി കണ്ണടച്ചതിനാൽ ജന്മനാ അന്ധനായിട്ടാണ്. വ്യാസമുനിയായിട്ട് രാജ്ഞി ബന്ധപ്പെടുന്ന സമയത്ത് കണ്ണടച്ചത് കൊണ്ടാണ് ധൃതരാഷ്ട്രർ അന്ധനായി പോയത്. അംബാലിക വൃദ്ധനായ വ്യാസനെ കണ്ട് വിളറിയപ്പം മുനിക്ക് കോപം ഉണ്ടായി. അങ്ങനെ അംബാലികയ്ക്കുണ്ടായ കുഞ്ഞ് ദേഹം മുഴുവൻ പാണ്ഡുവായി ജനിച്ചു. എന്നാൽ കാമകലയിൽ നിപുണനായ ദാസി അതീവ സന്തോഷത്തോടെയാണ് വ്യാസനെ സ്വീകരിച്ചത്. അംബയ്ക്കും അംബാലികയ്ക്കും അംബാലികയ്ക്ക് 2 മക്കള്. അത് ഇന്നലെ പഠിച്ചില്ലേ നമ്മൾ? അംബാലികയുടെ അമ്മ പറഞ്ഞിട്ട് വീണ്ടും ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും ആദ്യം ജനിച്ച കുട്ടി കണ്ണ് കാണില്ല, 2ാമത് പാണ്ഡുരോഗം വന്നിരിക്കുന്നു. അപ്പം 3ാമതും കുട്ടി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നേരെ വ്യാസൻ ആ കുട്ടിയെ പുത്രോത്പാദനത്തിന് വേണ്ടി വ്യാസൻ ചെന്ന സമയത്ത് അംബാലികയ്ക്ക് പകരം ദാസി പോയ കഥ നമ്മൾ ഇന്നലെ പഠിച്ചല്ലേ? അപ്പൊ ഫസ്റ്റത്തെ കുട്ടി ബന്ധപ്പെടുന്ന സമയത്ത് അംബാലിക കണ്ണടച്ചു. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രർ എന്തായത്? അന്ധനായിപ്പോയത്. 2ാമത്തെ കുട്ടി ജനിക്കാൻ പോയപ്പം വ്യാസൻ വൃദ്ധനാണല്ലോ. അപ്പൊ വ്യാസനെ കണ്ടപ്പം മുഖമൊക്കെ വിളറി ദേഷ്യം വന്നു. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് പാണ്ഡുരോഗം വന്നത്. 3ാമത് വിടുന്നത് ആരെയാണ്? അംബാലികയുടെ ദാസിയാണ്. ദാസിയാണെങ്കിലോ കാമകേളികളിൽ വളരെ ഇഷ്ടമാണ് ദാസിക്ക്. അപ്പൊ കാമകലയിൽ നിപുണയായ ദാസി എന്ത് ചെയ്തു? നല്ല സന്തോഷത്തോടെ വ്യാസനെ അങ്ങ് സ്വീകരിച്ചു. ആ ബന്ധത്തിലാണ് ധർമാംശുവായിട്ട് വിതുരർ ജനിക്കുന്നത്. ധൃതരാഷ്ട്ര ജന്മനാ അന്ധനായതുകൊണ്ട് രാജ്യഭാരം പാണ്ഡുവിനായിരുന്നു. വിതുരരെ മന്ത്രിയാക്കി ഭീഷ്മരുടെ ഒത്താശയിലാണ് ഭരണം നടക്കുന്നത്. സാരല്ലേ മാതാജി? ഗാന്ധാരി, സൗബലി എന്നിങ്ങനെ 2 ഭാര്യമാരാണ് ധൃതരാഷ്ട്രർക്ക് ഉണ്ടായത്. ആരാണ്? ഗാന്ധാരി, സൗബലി. 2ാമത്തവൾ വൈശ്യസ്ത്രീയായിരുന്നു. അവൾക്ക് യുയുത്സു എന്ന് പറയുന്ന ഒരു മകനുണ്ടായി. ഗാന്ധാരിക്ക് 100 മക്കളുണ്ടായി. പാണ്ഡുവിന്റെ 2 ഭാര്യമാരും കുന്തിയും മാദ്രിയുമായിരുന്നു. കുന്തിക്ക് തന്റെ പിതാവിൽ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ബാല്യകാലത്ത് സൂര്യന്റെ മകനായി കർണൻ എന്നൊരു മകനുണ്ടായി. ശ്രദ്ധിച്ചു കേൾക്കണേ, മഹാഭാരതത്തിന്റെ തുടക്കമാണേ. ധൃതരാഷ്ട്രര്, പാണ്ഡു, വിതുരർ. വിതുരനെ മന്ത്രിയാക്കിയിട്ട് ഭീഷ്മരുടെ ഒത്താശയിലാണ് ഭരണം നടക്കുന്നത്. പാണ്ഡു ആയിരുന്നു രാജാവ്. ധൃതരാഷ്ട്രർക്കാണെങ്കിലോ കണ്ണ് കാണില്ല. ഗാന്ധാരി, സൗബലി എന്നിങ്ങനെ 2 ഭാര്യമാരുണ്ടായിരുന്നു ധൃതരാഷ്ട്രർക്ക്. ആരൊക്കെയാണ്? ഗാന്ധാരി, സൗബലി. ധൃതരാഷ്ട്രരുടെ ഭാര്യമാരുടെ പേരാണ് ഗാന്ധാരിയും സൗബലിയും. തെറ്റിപ്പോവരുത്, മറന്നു പോവരുത്. ധൃതരാഷ്ട്രരുടെ ഭാര്യമാരുടെ പേരാണ് ഗാന്ധാരി, സൗബലി. 2ാമത്തവൾ വൈശ്യസ്ത്രീയായിരുന്നു. അങ്ങനെ ധൃതരാഷ്ട്രർക്ക് 2 ഭാര്യമാര്, ഗാന്ധാരി, സൗബലി. 2ാമത്തവള് വൈശ്യ സ്ത്രീയാണ്. ആര്? സൗബലി. ആ സൗബലിക്കാണ് യുയുത്സു എന്ന് പറയുന്നൊരു മകൻ ഉണ്ടാവുന്നത്. ധൃതരാഷ്ട്രരുടെ 2ാമത്തെ ഭാര്യ സൗബലിക്കാണ് യുയുത്സു എന്ന് പറയുന്ന മകൻ ഉണ്ടാവുന്നത്. ഞാൻ എൻ്റെ തൊണ്ട കീറി പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അംബാലികയിൽ ജനിച്ച ധൃതരാഷ്ട്രർക്കും പാണ്ഡുവും വിതുരരും. ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണാത്തത് കൊണ്ട്
പാണ്ഡുവിനെ രാജാവാക്കി വിതുരരെ മന്ത്രിയാക്കിയിട്ട് നമ്മുടെ ഭീഷ്മർ എന്ത് ചെയ്തു? ഭീഷ്മരുടെ സപ്പോർട്ടിലാണ് രാജ്യം ഭരിക്കപ്പെടുന്നത്. ധൃതരാഷ്ട്രരുടെ മക്കളുടെ പേരാണെന്ത്? അല്ല, ഭാര്യയുടെ പേരാണെന്താണ്? ഗാന്ധാരി, സൗബലി. സൗബലിയുടെ മകന്റെ പേരാണെന്ത്? യുയുത്സു. ക്ലിയർ? ഗാന്ധാരിക്ക് 100 മക്കള്, സൗബലിക്ക് ഒരു മകൻ, യുയുത്സും പിന്നെ 100. ആ 100 മക്കളിലാണ് നമുക്ക് ദുര്യോധനാദികളെല്ലാം വരുന്നത്. പാണ്ഡുവിന് 2 മക്കള്, ധൃതരാഷ്ട്രരുടെ ഭാര്യ ഗാന്ധാരിക്ക് 100 മക്കള്, അതുപോലെ സൗബലിക്ക് യുയുത്സു എന്ന് പറയുന്ന മകൻ. ഓക്കെ, ധൃതരാഷ്ട്രരുടെ ഭാര്യ ഗാന്ധാരിക്ക് 100 മക്കള്, അത് ദുര്യോധനാദികള്. രണ്ടാമത്തെ ഭാര്യ സൗബലി വൈശ്യസ്ത്രീയാണ്, അവർക്ക് ഒരു മകൻ യുയുത്സു. ക്ലിയർ? ഇനി പാണ്ഡുവിന്റെ മക്കള്. ഓക്കെ, പാണ്ഡുവിന്റെ 2 ഭാര്യമാര് ആരാണ്? കുന്തിയും മാദ്രിയും. കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മറക്കരുത്. പാണ്ഡുവിന്റെ 2 ഭാര്യമാര് കുന്തിയും മാദ്രിയും. മറ്റേത് ധൃതരാഷ്ട്രരുത് ഗാന്ധാരിയും സൗബലിയും. ഗാന്ധാരിക്ക് 100 മക്കള്, ദുര്യോധനാദികള്. സൗബലിക്ക് ഒരു കുട്ടി, യുയുത്സു. ക്ലിയർ? പാണ്ഡുവിന്റെ ഭാര്യമാരെ പേരാണെന്ത്? കുന്തിയും മാദ്രിയും. കുന്തിക്ക് തന്റെ അച്ഛന്റെ കൊട്ടാരത്തിൽ, കുന്തിദേവിയുടെ അച്ഛന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത്, ബാല്യകാലത്ത് സൂര്യന്റെ മകനായിട്ട് കുന്തിക്ക് പിറന്ന മകനാണ് കർണൻ. പാണ്ഡുവിന്റെ ഭാര്യമാരാണ് കുന്തിയും മാദ്രിയും. കുന്തിയുടെ അച്ഛന്റെ കൊട്ടാരത്തില് വളർന്നുകൊണ്ടിരുന്ന സമയത്ത് സൂര്യനിൽ ഉണ്ടായ മകന്റെ പേരാണ് എന്ത്? കർണൻ എന്ന് പറയുന്നത്. ഋഷിമാരോട് ആ കഥയൊക്കെ ഒന്ന് കേൾപ്പിക്കാൻ സൂതൻ പറഞ്ഞു. എങ്ങനെയാണ് ബാലികയ്ക്ക് സൂതനിൽ നിന്നും എന്തുണ്ടായത്? പുത്രൻ ഉണ്ടായത്. എന്നിട്ട് രാജാവ് കുന്തിയെ കല്യാണം കഴിച്ചത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, സൂതൻ പറയാണ്, കഥ പറയാണ്. ശൂരസേനന്റെ മകളായിരിക്കുന്ന കുന്തിയുടെ അച്ഛന്റെ പേരെന്താണ്? ശൂരസേനൻ. ശൂരസേനന്റെ മകളായിരിക്കുന്ന കുന്തിയെ കുന്തിഭോജ രാജാവ് യാചിച്ചു വാങ്ങി. ശൂരസേനന്റെ മകളായിരിക്കുന്ന കുന്തിയെ കുന്തിഭോജ രാജാവ് യാചിച്ചു വാങ്ങി, സ്വന്തം മകളായിട്ട് വളർത്തി. രാജാവ് നടത്തിയ അഗ്നിഹോത്രത്തിൽ അഗ്നിയെ സേവിക്കാനുള്ള കർത്തവ്യം ഈ രാജകുമാരിയുടേതായിരുന്നു, കുന്തിദേവിയുടേതായിരുന്നു. അങ്ങനെ ഇരിക്കെ ചാതുർമാസ്യത്തിനായി വന്ന ദുർവാസാവ് മുനിയെ ശുശ്രൂഷിക്കാൻ, അദ്ദേഹത്തിൽ നിന്നും ഒരു വരം ലഭിക്കാനും ആർക്ക് ഭാഗ്യമുണ്ടായി? കുന്തിദേവിക്ക് ഭാഗ്യമുണ്ടായി. ക്ലിയർ? മുനി അവൾക്ക് ഒരു മന്ത്രം കൊടുത്തു. ദുർവാസാവ് മുനി അവൾക്കൊരു മന്ത്രം കൊടുത്തു. ഇത് ജപിച്ചാൽ നിനക്കിഷ്ടപ്പെട്ട ദേവൻ നിന്റെ മുമ്പിൽ വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചിരുന്നു വരും പറഞ്ഞു. ഇങ്ങനെയാണ് ദുർവാസാവ് മുനി കുന്തിദേവിയെ അനുഗ്രഹിച്ചത്. ക്ലിയർ? മുനി പോയി കഴിഞ്ഞപ്പോ കുമാരി വിചാരിച്ച് ഈ മന്ത്രം ഒന്ന് പരീക്ഷിക്കാം. അപ്പോഴതാ ഉദിച്ചു വരുന്ന ഭാനുമാൻ, അതായത് സൂര്യൻ, ആകാശത്ത് അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അവൾ മന്ത്രം ജപിച്ച് സൂര്യനെ വിളിച്ചു വരുത്തി. ഉടനെ തന്നെ സൂര്യദേവൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി. അത്ഭുതപ്പെട്ട കുന്തി കൈകൊണ്ട് സൂര്യനെ വണങ്ങിയിട്ട് തന്റെ സന്തോഷം അറിയിച്ചു. എന്നിട്ട് വാനിലേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞു. എന്നെ നീ എന്തിനാണ് വിളിച്ചത്? എന്നെ വരിക്കാതിരിക്കാൻ, കല്യാണം കഴിക്കാതിരിക്കാൻ കാരണം എന്താണ്? സൂര്യൻ ചോദിച്ചു കുന്തിയോട്. ഞാൻ ഇപ്പം നിന്നെ കണ്ട് ആഗ്രഹിച്ച് കാമത്തോടു കൂടി നിൽക്കുകയാണ്. നീ എന്നെ സന്തോഷിപ്പിക്കൂ. ആര് പറയാൻ തുടങ്ങി? സൂര്യൻ പറയാൻ തുടങ്ങി. കുലകന്യകയായ എന്നെ ദുഷിപ്പിക്കരുത് എന്ന് കുന്തിയും തിരിച്ചു പറഞ്ഞു. സൂര്യൻ പറഞ്ഞു, ഇവിടെ നിന്ന് വെറുതെ മടങ്ങിപ്പോവാൻ എനിക്ക് നാണക്കേടുണ്ട്. ദേവന്മാരുടെ ഇടയിൽ ഞാൻ പരിഹാസ കഥാപാത്രമാവും. എന്റെ ആഗ്രഹം സാധിപ്പിച്ചില്ലെങ്കിൽ നിന്നെയും എനിക്ക് നിന്റെ അനുഗ്രഹം നൽകിയ ആ മുനിയെയും ശപിക്കേണ്ടി വരും. എന്നാൽ നിനക്ക് കന്യകാത്വം നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. മാത്രമല്ല, എന്നെ പോലെ പ്രഭാവനായിരിക്കുന്ന ഒരു പുത്രനെയാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. കുന്തിയുമായി ബന്ധപ്പെട്ട ശേഷം സൂര്യൻ നല്ല സന്തോഷത്തോടു കൂടി അവളെ വിട്ടുപോയി. ഗർഭിണിയായ കുന്തി ഒരു ആയയുടെ സഹായത്താൽ പ്രസവിച്ചു. മറ്റാരും ഈ വാർത്ത അറിഞ്ഞില്ല. ജനിച്ചപ്പോഴേ അവന്റെ ദേഹത്ത് കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു.
രണ്ടാമത്തെ സൂര്യനെ പോലെ കാന്തി ഉണ്ടായിരുന്നു ഈ കുഞ്ഞിന്. ഇനി ചിന്തിക്കാൻ ഒന്നുമില്ല എന്ന് ആയ പറഞ്ഞ് ആ ആയ എന്ത് ചെയ്തു? അവളെ ആ കുഞ്ഞിനെ ഒരു പെട്ടിയിൽ കിടത്തിയിട്ട്, എനിക്ക് എന്ത് ചെയ്യാനാകും മകനെ, പ്രാണപ്രിയനായിരിക്കുന്ന നിന്നെ ഞാനിതാ ഉപേക്ഷിക്കുന്നു എന്ന് കുന്തിയും പറഞ്ഞു. ഞാൻ ഇത്ര ഭാഗ്യഹീനയായ ഭാഗ്യമില്ലാത്തവളായി പോയോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ ജഗദംബയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത് ഭഗവതിയോട്? സദ്ഗുണ നിർഗുണ സ്വരൂപയായിരിക്കുന്ന അമ്മേ, ആ അമ്മ നിന്നെ കാക്കട്ടെ, അവൾ നിനക്ക് സ്തന്യം നൽകട്ടെ. പിഴച്ച പെണ്ണായിരിക്കുന്ന ഞാൻ സൂര്യപുത്രനെ വിജനവനത്തിൽ ഉപേക്ഷിക്കുന്നു. ആരുമില്ലാത്ത ഈ കാട്ടിൻ്റെ ഉള്ളിൽ സൂര്യന്റെ മകനെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഇനി എന്നാണ് ഈ പങ്കജം എനിക്കൊന്ന് കാണാൻ കഴിയുക? നിന്റെ ഈ ഓമനമായിരിക്കുന്ന താമരപ്പൂവിന് തുല്യമായ മുഖം എനിക്ക് എന്നിനി കാണാൻ പറ്റും? കഴിഞ്ഞ ജന്മത്തിലും ദേവീ പൂജ ചെയ്യാൻ എനിക്കായില്ല. ഈ പദമലർ പൂജിക്കാതിരുന്നാൽ എനിക്ക് ദുര്യോഗം വന്നുകൊണ്ടേയിരിക്കും. ദേവിയെ പൂജിക്കാതിരുന്നാൽ എനിക്ക് ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ പാതകം മൂലം എനിക്ക് ഇനിയും ദുഃഖങ്ങൾ കൂടുകയുള്ളൂ. ഇങ്ങനെ കരഞ്ഞ് 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 പെട്ടിയിൽ വെച്ച കുഞ്ഞിനെ ആയെ ഏൽപ്പിച്ചു. എന്നിട്ട് കുന്തി എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ ആയെ ഏൽപ്പിച്ചു. കുന്തി ആയനെ ആ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് അച്ഛന്റെ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞു. നദിയിൽ ഒഴുകിയെത്തിയ പെട്ടി അധിരൻ എന്ന് പറയുന്ന ഒരു സൂതനാണ് ലഭിച്ചത്. ആ കുഞ്ഞുമായിട്ട് നദിയിൽ വന്ന ആ പെട്ടി അധിരൻ എന്ന് പറയുന്ന ഒരു സൂതന് ലഭിച്ചു. ആൺകുട്ടികളില്ലാതിരുന്ന അധിരനും ഭാര്യയും സന്തോഷത്തോടെ ആ കുഞ്ഞിനെ അങ്ങ് എടുത്ത് വളർത്തി. പിന്നീട് ഒരു സ്വയംവരത്തിലൂടെയാണ് കുന്തി പാണ്ഡുവിനെ കല്യാണം കഴിക്കുന്നത്. മാദ്രരാജാവിന്റെ മകളായ മാദ്രിയെയും രാജാവ് കല്യാണം കഴിച്ചു. ആര്? പാണ്ഡു. പാണ്ഡുവിന്റെ ഭാര്യമാരുടെ പേരെന്താണ്? കുന്തിയും മാദ്രിയും. ഒരിക്കൽ മൃഗയാ വിനോദത്തിനിടയ്ക്ക്, നായാട്ടിനിടയ്ക്ക് രാജാവ് അബദ്ധത്തിൽ ഒരു മുനിയുടെ മരണത്തിനിടയായി. അപ്പോൾ മുനി തന്റെ പ്രിയതമയുമായിട്ട് ഇങ്ങനെ മൈഥുന്യത്തിലായിരുന്നു. അമ്പേറ്റ് കോപം വന്ന മുനി രാജാവിനെ അങ്ങ് ശപിച്ചു. ഈ രാജാവിന്റെ അമ്പേറ്റിട്ടാണ് ഈ മുനിക്ക് മരണം സംഭവിക്കുന്നത്. മുനി അങ്ങ് ശപിച്ചു. സ്ത്രീ സംഗമം ഉണ്ടായാൽ നിനക്ക് ആ നിമിഷം മരണം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നീ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അപ്പം നിനക്ക് ആ മരണം വരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് ആകെപ്പാട് ആദി പിടിച്ച് ടെൻഷനായി വനത്തിൽ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. രാജ്ഞിമാരും അദ്ദേഹത്തിനോടൊപ്പം തന്നെ വനത്തിൽ തന്നെ താമസിച്ചു. സുഖജീവിതത്തിനും പുത്രഭാഗ്യത്തിനും യാതൊരു വഴിയും കാണാതെ പാണ്ഡു ഇങ്ങനെ വിഷമിച്ച് ജീവിക്കുമ്പോൾ മുനിമാരുമായിട്ടുള്ള സത്സംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ ജീവിക്കുകയാണ്. മുനിമാരുടെ ധർമ്മോപദേശങ്ങളുടെ ഇടയ്ക്ക് പുത്രമില്ലാത്തവന് സദ്ഗതി ഉണ്ടാവില്ല. മുനിമാരുടെ ധർമ്മോപദേശങ്ങളുടെ ഇടയ്ക്ക് പുത്രനില്ലാത്തവന് സദ്ഗതി ഉണ്ടാവുകയില്ല. അതിനാൽ ഏത് വിധേനയെങ്കിലും അങ്ങൊരു പുത്രൻ ഉണ്ടാകാൻ ശ്രമിക്കണമെന്ന് മുനിമാർ അദ്ദേഹത്തോട് പറഞ്ഞു. ആൺകുട്ടികളില്ലാത്തവർക്ക് സദ്ഗതി ഉണ്ടാവില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ആൺകുട്ടിയെ അങ്ങ് ജനിപ്പിക്കണം എന്ന് പറഞ്ഞു. അംശജൻ, അതായത് സ്വന്തം പത്നിയിൽ ഉണ്ടായവൻ. പുത്രിയുടെ പുത്രൻ ക്ഷേത്രജൻ. ഭർത്താവ് അശക്തനായതുകൊണ്ട് ധർമ്മപത്നിക്ക് അഹ്യനായ അന്യനിൽ നിന്ന് ഉണ്ടാവുന്ന പുത്രൻ. ഗോളകൻ, വിധവയിൽ നിന്നുണ്ടായവൻ. കുണ്ടൻ ജാരപുത്രനാണ്. സഹോടൻ, ഗർഭിണിയായ ഒരുവളെ അറിഞ്ഞുകൊണ്ട് ഭാര്യയാക്കുന്നയാൾ. ആ പുത്രനെ സ്വന്തം മകനായി കണക്കാക്കുകയാണെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് സഹോടൻ. കാനിനൻ, പിതാവിന്റെ വീട്ടില് കന്യകയായിരിക്കെ തന്നെ ഉണ്ടായ മകനെയാണ് കാനീനൻ എന്ന് വിളിക്കുന്നത്. ക്രീതൻ, വിലയ്ക്ക് വാങ്ങിയ മകൻ. എന്നിവരെല്ലാം പുത്രന്മാരാണെങ്കിലും അവരുടെ പ്രാധാന്യം ഈ പറഞ്ഞ ക്രമത്തിൽ കുറഞ്ഞവരും എന്നതാണ് ശാസ്ത്രം. അപ്പോൾ പാണ്ഡു കുന്തിയോട് പറഞ്ഞു, നീ തപോധനനായിരിക്കുന്ന ഒരു മഹർഷിയെ പ്രാപിച്ച് സന്താനത്തെ ജനിപ്പിച്ചോളൂ, അതിൽ ദോഷമൊന്നുമില്ല. പണ്ട് സൗദാസ്